പ്രാർത്ഥനയിൽ നമുക്ക് മുന്നോട്ടുള്ള ഈ പ്രക്രിയ അല്ലെങ്കിൽ ഈ പഠന പദ്ധതി നന്നായിട്ട് പോകുന്നതിന് നന്ദി പറയാം. ഇത് ധാരാളം പേരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് വളരെ ഫലപ്രദമായി ചെയ്യാനായിട്ട് ഇന്നത്തെ ഫാക്കൽറ്റിയെ സഹായിക്കാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ശാസ്ത്രം നമുക്ക് തന്ന ഡോക്ടർ റൈക്കേജി ഹാമർ, അദ്ദേഹത്തെ നന്ദിപൂർവ്വം ഓർക്കാം. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ അടുത്തു വരികയാണ്. മെയ് 17-ാം തീയതി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ നമ്മൾ ആഗോള ആഘോഷമായിട്ട് നമ്മൾ മാറ്റുകയാണ്. വേൾഡ് GNM GSK ഡേ സെലിബ്രേഷൻ. അത് ഗ്ലോബൽ GHK ആണ് അതിന് അങ്ങനെ ഒരു പേരൊക്കെ കൊടുത്ത് ആഘോഷം തുടങ്ങിയത്. കാരണം നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ നമുക്ക് വേൾഡ് ഹോമിയോപ്പതി ഡേ ഒക്കെ ആഘോഷിച്ച് പരിചയമുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. പറ്റുന്നിടത്തോളം പേരെ അതിന്റെ ഫാക്കൽറ്റി ആയിട്ടൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ പ്രീ റെക്കോർഡഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. പതിവ് പോലെ ഇപ്രാവശ്യവും ഒരു ഫിസിക്കൽ ഗെറ്റ് ടുഗദറിന് ഉള്ള സാഹചര്യം ഇതുവരെ ഉരുത്തിരിഞ്ഞില്ല. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒരു മെയ് 16, 17 തീയതികളിൽ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിനും കുഴപ്പമില്ല. നമുക്ക് 2 ദിവസം ഒത്തുകൂടാം എവിടെയെങ്കിലും. എന്നിട്ട് നമുക്ക് ഈ ശാസ്ത്രത്തെ ഒന്ന് പഠിപ്പിക്കാം. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും ഇന്ററാക്ട് ചെയ്യാം. ഇതിനൊക്കെയുള്ള ഒരു വെന്യൂ അല്ലെങ്കിൽ ഒരു ചാൻസ് അവിടെ ഓപ്പൺ ആണ്. അപ്പൊ എല്ലാ ഗുരുക്കന്മാരെയും ഡോക്ടർ അനിത പറയാറുള്ള പോലെ ഓർത്തുകൊണ്ട് ഡോക്ടർ സാമുവൽ ഹനുമാനും ഒരു ട്രിബ്യൂട്ട് അർപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് എൻ്റെ അടുത്തൊരു കേസ് വന്നു. കുറെ വർഷമായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു കേസാണ്. അപ്പോ ഒരു 60-നോട് അടുത്തിട്ടുള്ള ഒരു ലേഡിയാണ്. ആ ലേഡിയുടെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ആബ്സസ് ഫോം ചെയ്തിരിക്കും. അതിന് മൾട്ടിപ്പിൾ ഓപ്പണിങ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫറങ്കിൾസ് എന്നോ എന്ത് പേര് വേണേലും വിളിക്കാം. ബോയിൽസ് എന്ന് വിളിക്കാം, ആബ്സസ് എന്ന് വിളിക്കാം. ഊസി ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുണ്ട്, പക്ഷെ ഒരു ഹാർഡ് അപ്പിയറൻസ് ആണുള്ളത്, അല്ലെങ്കിൽ ഫീൽ ആണുള്ളത്. അപ്പോ ഞാൻ നമ്മുടെ GNM അനുസരിച്ച് അവരോട് പറഞ്ഞു, ഇത് ലെഫ്റ്റ് സൈഡ് ആണല്ലോ. എനിക്ക് അവരുടെ ഫാമിലി നന്നായിട്ട് അറിയാം. അവർക്ക് 2 ആൺകുട്ടികളുണ്ട്. ഒരാൾ ബാംഗ്ലൂരിലാണ്, ഒരാള് മാരീഡായി, അവര് അബുദാബിയിലാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ഇതൊരു അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മക്കളിലൂടെ എന്തെങ്കിലും, മക്കളെ പ്രതി നിങ്ങൾക്കൊരു അറ്റാക്ക് ഉണ്ടാകേണ്ട വന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ കരയാൻ തുടങ്ങി. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുകയാണ്, അവരുടെ മൂത്ത മോൻ കല്യാണം കഴിച്ച് അബുദാബിയിലാണ്. അപ്പൊ എന്നും മകന്റെ ഫോണിലൂടെ പറയുന്ന വാർത്ത ഇതാണ്, അമ്മേ ഇന്നലെയും അവിടെ ഒരു മിസൈൽ വീണ് പൊട്ടി, അതിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. അപ്പോ ഒരു അമ്മ എന്നുള്ള നിലയിൽ എന്തുമാത്രം അത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്കറിയാമല്ലോ. നാച്ചുറലി അത് ഹീലിംഗ് സ്റ്റേജിലാണ്. അപ്പം പിന്നെയും അത് റെക്കർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അത് കുറച്ച് ദിവസമായിട്ട് അത് അങ്ങനെയുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തുമാത്രം ശാസ്ത്രീയമാണ്, അല്ലെ എന്തുമാത്രം സത്യമാണ് ഡോക്ടർ ഹാമർ കണ്ടുപിടിച്ച ഈ ശാസ്ത്രം എന്ന് ഞാൻ ഒന്നുകൂടി, ഓരോ കേസും എന്നെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഒന്നുകൂടി അതിനെ ബലപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എങ്ങനെ അത് എൻ്റെതായിട്ടുള്ള തെറാപ്പി ഒക്കെ കൊടുത്ത് അവരെ സമാധാനിപ്പിച്ച് മരുന്ന് കൊടുത്തിട്ട് വിടുവാണ് ചെയ്തത്. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് തുടക്കത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, എത്രമാത്രം സത്യമാണിത്. ഇത് ലോകം മുഴുവൻ അറിയേണ്ട ഒരു ശാസ്ത്രമാണ്. അതിന്റെ ഗുണം നമുക്ക് പലപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ പോലെ, നമുക്ക് ഒരു ജ്യോതിഷം അറിയുന്ന പോലെ, പ്രിഡിക്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് മുൻകൂട്ടി പറയാം ഇതാണ് നിങ്ങളുടെ പ്രശ്നം, എന്നിട്ടാണ് അവർ അടുത്ത പ്രശ്നം പറയുന്നത്. അപ്പൊ അതുമായിട്ടുള്ള സാമ്യവും അതുമായിട്ടുള്ള ബന്ധവും ഒക്കെ കോസ് ഓഫ് ദ ഡിസീസ് അല്ലെങ്കിൽ ഡിസീസ് ഫിനോമിനൻ എന്ന് പറയുന്നതിന്റെ കാരണം ഒരു GPS എന്നതുപോലെ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിനുണ്ടാണ്. ഇവിടെ ഒരു കോമ്പസ് ആണ് ഞാൻ ഇവിടെ നിങ്ങളെ ആദ്യം കാണിക്കുന്നത്. അതിനെ നമ്മൾ കോമ്പസ് ഓഫ് ജർമ്മനിയം മെഡിസിൻ എന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾ കാണുന്ന ഓരോ കളറിനും ഓരോ ലേബലിനും വളരെ വളരെ മീനിങ് ഉള്ളതാണ്. അതെല്ലാം പല പ്രാവശ്യം നമ്മൾ
വിശദീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഇത് ആദ്യമേ കാണിക്കുകയാണ് അതിന്റെ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട്, പ്രാധാന്യം ഒന്നുകൂടി പറയാൻ വേണ്ടിയിട്ട്. ഡോക്ടർ ശശിയുടെ ക്ലാസ് നടക്കുന്നുണ്ട് വെള്ളിയാഴ്ചകൾ തോറും. അവിടെ ഒത്തിരി കേസസ്, കഴിഞ്ഞ ദിവസം അദ്ദേഹം നല്ലൊരു കേസ് പ്രസന്റ് ചെയ്തു. അതുകൊണ്ട് ഈ ക്ലാസ്സുകളൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്, വളരെ വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ നിങ്ങളെ വീണ്ടും എല്ലാ ബുധനാഴ്ചകളിലും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള നിരന്തരമായിട്ട് നടക്കുന്ന പെയ്ഡ് വെബിനാർസ് നിങ്ങളെ അറ്റൻഡ് ചെയ്യാനായിട്ട്, മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കൊരു ചെറിയ എമൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം മുഴുവനും നിങ്ങൾക്ക് മെമ്പർ ആകാൻ സാധിക്കും, പെയ്ഡ് മെമ്പർ. കൂടാതെ ഇതുവരെയുള്ള മുഴുവൻ വീഡിയോസും അപ്ലോഡ് ചെയ്യപ്പെട്ടുള്ള എല്ലാം നിങ്ങൾക്ക് കോഴ്സ് എന്നുള്ള സെക്ഷനിൽ പോയാൽ നിങ്ങൾക്കത് വായിക്കാനായിട്ട് സാധിക്കും, വാച്ച് ചെയ്യാൻ സാധിക്കും വീഡിയോസിൽ. ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ അനൗൺസ് ചെയ്ത പോലെ അധികം മുൻകൂട്ടി പറയാനൊന്നും സാധിച്ചില്ല. വളരെ 1 മണിക്കൂറിന് മുമ്പാണ് ആ പോസ്റ്റർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടാനായിട്ട് സാധിച്ചത്. അത് കണ്ടും അല്ലാതെയും വന്ന എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ടോപ്പിക്ക് ഒരു 3 പ്രോഗ്രാംസ്, നിങ്ങൾക്കറിയാവുന്ന ഡിസീസസ് എന്ന് പറയുന്നത് GHKയിലെ പ്രോഗ്രാംസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ടോപ്പിക്സ് ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പോലെ 2 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്തിട്ട് ഒരുമിച്ചാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. അതിലെ നമ്പർ 1 ആണ് പെരിയോസ്റ്റിയം. ഡോക്ടേഴ്സ് ആയിട്ട് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പെരിയോസ്റ്റിയം. സാധാരണ നിങ്ങളൊരു ഒരു ഡയഗ്നോസിസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ രോഗം എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലം പെരിയോസ്റ്റിയത്തിലാണെന്ന് സാധാരണ നിങ്ങൾ കേൾക്കാത്ത ഒരു വിഷയമാണ്. പക്ഷെ GHKയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ് പെരിയോസ്റ്റിയം. നിങ്ങൾ പെരിയോസ്റ്റിയം എന്നുള്ള ലേബലിൽ നിങ്ങൾ കാണുന്ന റെഡ് കളറാണ്. അപ്പൊ റെഡ് കളർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ആ ടിഷ്യൂ ഒറിജിനേറ്റ് ചെയ്യുന്നത് എക്ടോഡേമിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ബ്രെയിൻ ടിഷ്യൂ അല്ലെ ബ്രെയിൻ കൺട്രോളിങ് സെന്ററിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കോർട്ടെക്സ് ആണ്, സെറിബ്രൽ കോർട്ടെക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പെരിയോസ്റ്റിയം, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. രണ്ടാമത് ക്ലബ് ചെയ്യുന്ന ടോപ്പിക്ക് ലിംഫാറ്റിക് സിസ്റ്റമാണ്. അതും ഡോക്ടേഴ്സ് അല്ലാത്തവർക്ക് സാധാരണഗതിയിൽ അധികം പരിചയമില്ലാത്ത ഒരു മേഖലയാണ്. അതുകൊണ്ട് ഇത് രണ്ടും വിശദമായിട്ട് ഞാൻ സംസാരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളെ മറ്റു പല രീതിയിലും അല്ലെ മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് GHKയുടെ അറിവ് വേണം. കാരണം ഞാൻ വീണ്ടും പല പ്രാവശ്യം കൺഫേസ് ചെയ്തിട്ടുള്ളതാണ്, പല രോഗങ്ങളും നമുക്ക് GHKയുടെ അറിവിലൂടെയാണ് എക്സാക്ട്ലി എന്താണ് ഈ രോഗം എന്ന് നമുക്ക് അറിവ് കിട്ടുന്നത്. കാരണം പെരിയോസ്റ്റിയം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗം ഇതുവരെയും ഒരുപക്ഷെ ഡോക്ടേഴ്സിന് പരിചയമില്ലാത്ത ഒരു രോഗമാണ്. പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് പെരിയോസ്റ്റിയത്തിന്റെ ഒരു പ്രോഗ്രാമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ മൊത്തത്തിൽ പറയുമ്പോൾ പെരിയോസ്റ്റിയം, ലിംഫാറ്റിക് സിസ്റ്റം, ലിംഫ് നോഡ്, ലിംഫ് വെസൽസ്, ലിംഫഞ്ചൈറ്റിസ് മുതലായുള്ള രോഗങ്ങളെല്ലാം, അതിലൂടെ സ്പ്ലീനും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം സ്പ്ലീൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഓർഗൻ ആണെങ്കിൽ പോലും സ്പ്ലീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് സാധാരണ ഡോക്ടേഴ്സ് പോലും വളരെ കുറവായിട്ട് കേൾക്കുന്നുള്ളൂ. നമ്മൾ GNM പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ 3 ടിഷ്യൂ. ആക്ച്വലി സ്പ്ലീൻ എന്ന് പറയുന്നത് വേറൊരു ടിഷ്യൂ അല്ല, അതും ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, സ്പ്ലീൻ എന്ന് പറയുന്ന അബ്ഡോമിനൽ ആയിട്ടുള്ള ഒരു അവയവമാണ്. അത് ഒരു വലിയ ലിംഫ് ഗ്ലാൻഡ് ആണ്, അങ്ങനെ പറഞ്ഞാലും അത് ശരിയാണ്. അതുകൊണ്ട് നമ്മൾ വിശദമായിട്ട് ഓരോന്നിലേക്കും നമ്മൾ പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് സ്ട്രക്ചർ അല്ലെങ്കിൽ 3 ടിഷ്യൂ ഏതൊക്കെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു. പെരിയോസ്റ്റിയവും ലിംഫാറ്റിക് സിസ്റ്റവും. ഓക്കെ, പതിവ് പോലെ നമ്മൾ അതിന്റെ ഏത് ടിഷ്യൂവിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്, അല്ലെ ഏത് ജെർമിനൽ ലെയറിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തത് അല്ലെ ഡെവലപ്പ് ചെയ്തത്, ഏത് ബ്രെയിൻ സെന്റർ ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, എന്താണ് അതിന്റെ കോൺഫ്ലിക്റ്റ്, ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി എന്താണ് സിംറ്റംസ്, ഡ്യൂറിങ് ഹീലിംഗ് എന്താണ് സിംറ്റംസ്. ഇത്രയും പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ആ ടിഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിയും. അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ പെരിയോസ്റ്റിയം എന്ന് പറയുന്ന ഈ സെക്ഷനിലേക്ക് പോവാണ്. പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞാൽ, ഓസ്റ്റിയം എന്ന് പറഞ്ഞാൽ ബോൺ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ബോൺ ടിഷ്യൂ എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ കവറിങ് ആക്ച്വലി ഈ നിങ്ങളുടെ പിക്ചറിൽ കാണുന്നത് ഒരു ബോണിന്റെ ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഔട്ടർ സർഫസിലുള്ള ഒരു കവറിങ് ആണ് എന്ത്, പെരിയോസ്റ്റിയം. അപ്പൊ അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഇനി പറയേണ്ടല്ലോ,
ഔട്ടർ സർഫസ് ഓഫ് ബോൺ. ബോൺ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഒരു ഇന്ററപ്ഷൻ. ഡോക്ടറുടെ സ്ക്രീൻ എന്ന് പറയുന്നത് കാണുന്നില്ല കേട്ടോ. ഒരു ഇന്ററപ്ഷൻ, ഒരു സ്ക്രീൻ, ഒരു ഒരു ഞാൻ എന്റെ ഫുൾ സ്ക്രീൻ ആകുമ്പോൾ എന്നെ കാണുന്നില്ല. എന്നാ പിന്നെ എങ്ങനെ കാണാം? ഇപ്പൊ കാണാമോ? അല്ലല്ല, ഡോക്ടറെ കാണുന്നുണ്ട്. പക്ഷെ ഡോക്ടറുടെ സ്ക്രീനില് ഡോക്ടർ പറഞ്ഞ പിക്ചറുകളൊന്നും വന്നിട്ടില്ല. ഒരു ഇപ്പൊ ഡിജിറ്റൽ കാണാമോ? ഇല്ല. ഹായ് ദയർ സെക്യൂരിറ്റി ഡിജിറ്റൽ ലൈഫ് എന്നുള്ളവരെണ്ണം മാത്രമേ കാണൂ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാമോ? ഡോക്ടർ അനിത, അങ്ങനെയല്ലേ? ഞാനിത് ക്ലോസ് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ. ഇപ്പോഴാണ് ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നിട്ടുണ്ട്. ഇതുവരെയും കണ്ടിരുന്നില്ല അല്ലെ? സോറി. ഇല്ല ഇല്ല. ഇപ്പൊ ഇപ്പോഴാണ് കാണുന്നുണ്ടോ? വന്നത്. ഇപ്പൊ കാണുന്നുണ്ട്. ഇനി അതിന് ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി. ഇപ്പൊ അതിന്റെ ആ ഫുൾ അല്ലെന്ന് മാത്രം. യെസ്, ഫുൾ ഇപ്പൊ സ്ക്രീൻ കറക്റ്റ്. ആക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് വന്നത്. താങ്ക് യു. നമ്മുടെ ടെക്നോളജി ദാരിദ്ര്യമാണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് പോകാം. ഇപ്പൊ കാണാമല്ലോ. ഇപ്പൊ പെരിയോസ്റ്റിയം ഓക്കെ. എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു റെഡ് കളറാണ്. ദാറ്റ് മീൻസ് വാട്ട്? അതിന്റെ ജെർമിനൽ ലെയർ എന്ന് പറയുന്നത് എക്ടോഡെമിൽ നിന്നാണ്. നമുക്കെല്ലാം അറിയുന്ന പോലെ നമ്മൾ 3 ജെർമിനൽ ലെയർ ഉണ്ട്: എൻഡോഡേം, മീസോഡേം, എക്ടോഡേം. മീസോഡേം again divided into ഓൾഡ് മീസോഡേം ആൻഡ് ന്യൂ മീസോഡേം. അപ്പൊ ഓക്കെ, അപ്പോ ഇവിടെ നമ്മള് എക്ടോഡേം ഡിറൈവ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ലോവർ പാർട്ടിൽ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും. സെറിബ്രൽ കോർട്ടെക്സ്, ആ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മേജർ ബൾക്ക് ഓഫ് ദി ബ്രെയിൻ ടിഷ്യൂ കവർ ചെയ്യുന്ന ആ റെഡ് കളറിലുള്ളതാണ് കൺട്രോൾ സെന്റർ ചെയ്യുന്നത് എന്നുള്ളത് അർത്ഥം. അപ്പോൾ ഇതൊരു കണക്റ്റീവ് ടിഷ്യൂ സർഫസ് അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ, അതായത് ഇപ്പോൾ അതിന്റെ ഔട്ടർ സർഫസിൽ ഇനി വരാൻ പോകുന്ന മസിലായാലും ടെൻഡൻ, ലിഗമെന്റ്സ്, ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ കൂടെ ഉള്ളതുകൊണ്ട് അതിന് കണക്റ്റീവ് ടിഷ്യൂ ആയിട്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ പെരിയോസ്റ്റിയം കവർ ചെയ്യുന്ന ഒരു ബോൺ സർഫസ്, അത് ജോയിന്റ്സ് വരുന്നിടത്ത് അത് ബ്രേക്ക് ആവും. ജോയിന്റ്സിന്റെ അവിടെ വരുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദി കാർട്ടിലേജ്. കാർട്ടിലേജ് ഈസ് ദി എൻഡ് ഓഫ്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ബോൺ ലൈക്ക്, ഇറ്റ്സ് നോട്ട് ബോണി ഹാർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് കാർട്ടിലേജ്. അപ്പൊ കാർട്ടിലേജ് ഉള്ളിടത്ത് പെരിയോസ്റ്റിയം ഇല്ല. അത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ബോഡിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പെയിൻ സെൻസിറ്റിവിറ്റി ലെയർ ആയിട്ട് നമുക്ക് വേണേൽ അതിനെ വിശദീകരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പെയിൻ കണ്ടക്ഷൻ നടക്കുന്ന ഒരു ടിഷ്യൂ ആയിട്ടും നമുക്കതിനെ പരിഗണിക്കാം. അപ്പം ഒറിജിൻ ഞാൻ പറഞ്ഞു, അത് എക്ടോഡേം ഡിറൈവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് അടുത്ത പിക്ചറിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് ബ്രെയിനിന്റെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു പടം. അതായത് ടോപ്പ് വ്യൂ ആണ്. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ടോപ്പിൽ നിന്നും ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്രോണ്ടൽ എന്ന് പറയുന്ന പ്രീ മോട്ടോർ സെൻസറി, തൊട്ടുപുറകിൽ മോട്ടോർ കോർട്ടെക്സ്, ബിഹൈൻഡ് സെൻസറി കോർട്ടെക്സ്, പോസ്റ്റ് സെൻസറി കോർട്ടെക്സ്. ഇതിന്റെ അകത്ത് ഈ പറയുന്ന ആ കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ സെൻസറി കോർട്ടെക്സ് തന്നെയാണ്. കാരണം വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഈ പറയുന്ന പെരിയോസ്റ്റിയം. അതുകൊണ്ട് അത് സെറിബ്രൽ കോർട്ടെക്സ് ആണെന്ന് പറഞ്ഞു. എക്ടോഡേം ആണെന്ന് പറഞ്ഞു. എക്ടോഡേം ആണ് അതിന്റെ ഡിറൈവ്ഡ് ഫ്രം. ബ്രെയിൻ കൺട്രോളിലേക്ക് വരുമ്പോൾ ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അടുത്ത ബിഗ്ഗസ്റ്റ് പടം, അതിനെ നമ്മൾ ഹൊമൻകുലസ് എന്ന് പറയുക. അതായത് ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ദി ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രെയിൻ അല്ലെങ്കിൽ പെരിയോസ്റ്റിയത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം അതിന്റെ ഇന്നർ ഭാഗത്തിൽ ഇവിടെ ഒരു സൾക്കസ് ഉണ്ട്, അതിന് ഹെമിസ്ഫിയർ ഉണ്ട്, റൈറ്റ് ലെഫ്റ്റ്. അപ്പൊ അതിന്റെ ഇന്നർ പാർട്ട് ഓഫ് ദി സൾക്കസ്,
അല്ലെങ്കിൽ മീഡിയൽ ആയിട്ടുള്ള അവിടെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്ന പോയിന്റ്സ് എല്ലാം. യു ക്യാൻ സി തൈ റീജിയൻ, നീ റീജിയൻ, ലോവർ ലെഗ് റീജിയൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്പോട്ടഡ് ആയിട്ടുള്ള ഏരിയയിലാണ് അതിന്റെ കൃത്യമായിട്ടുള്ള സെന്റർ ഓഫ് ദി പെരിയോസ്റ്റിയം കവറിങ്. ക്രോസ് ഓവർ കോറിലേഷൻ നിങ്ങൾക്ക് അറിയാം, അതായത് ഹാൻഡഡ്നെസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരാളുടെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഓഫ് ദി ബോഡി യിലുള്ള പെരിയോസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ ആണ്. ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബോഡിയിലുള്ള പെരിയോസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ ആണ്. ഇത് പ്രീ മോട്ടോർ, നിങ്ങൾക്ക് ആ പ്രീ മോട്ടോർ സെൻസറി ഏരിയ, കാരണം അത് വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവ് ഏരിയ ആണ് ഫ്രണ്ടൽ ലോബിന്റെ അവിടെ ഉള്ളത്. അവിടെയാണ് ഇതിന്റെ കൺട്രോളിങ് സെന്റർ വരുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഓർക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഗളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേൺ ആണ് ഇത്. നമ്മൾ നേരത്തെ പെരിഫറൽ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ പറഞ്ഞു. അവിടെ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി നംനെസ് ആണ്, അല്ലെ ഹൈപ്പോ എസ്തേഷ്യ ആണ് ഇൻ ദി കേസ് ഓഫ് സം അതർ ടിഷ്യൂസ് വിച്ച് വി ഡിസ്കസ്ഡ് ഓൾറെഡി ഇൻ മെനി ചാപ്റ്റേഴ്സ്. ഇവിടെ നമ്മൾ പെരിയോസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്കും ദർ ഈസ് ഹൈപ്പോ എസ്തേഷ്യ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അൾസറേഷൻ, അതേസമയം ഹൈപ്പർ എസ്തേഷ്യ, അതായത് പെയിൻ കൂടുതലായിട്ടുള്ളത് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലാണ്. അതായത് ഗളറ്റ് മ്യൂക്കോസ്, അത് ഗളറ്റ് റപ്ചർ, അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. സം പാർട്ട് ഓഫ് ദി ബോഡി, അല്ലെങ്കിൽ ഇതില് ബിഫോർ റപ്ചർ ടിഷ്യൂ ആയിട്ടും ബാക്കി ഉള്ളത്. അങ്ങനെ ആ റപ്ചർ ഓഫ് ദി ഗളറ്റ്, അത് എംബ്രിയോളജി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. പക്ഷെ ഇതിന്റെ സെൻസിറ്റിവിറ്റി പാറ്റേൺ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ആണ് നമുക്ക് ഹൈപ്പർ എസ്തേഷ്യ ഉള്ളത്. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു എപ്പിഡെർമൽ ടിഷ്യൂവിന്റെ, അല്ലെങ്കിൽ നമ്മൾ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേണുമായിട്ട് ഡിഫറെന്റ് ആണ്. നമ്മൾ സൂപ്പർഫിഷ്യൽ ലെയർ ഓഫ് ദി സ്കിൻ, അതായത് എപ്പിഡെർമിസ്. അപ്പൊ എപ്പിഡെർമിസിൽ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അവിടെയുള്ള കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. സോ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, വെൻ ദർ ഈസ് എ റിയൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, യു വിൽ ഫീൽ നംനെസ്. അത് വളരെ ഇന്റൻസ് ആണെങ്കിൽ ദി പേഴ്സൺ മേ ഫീൽ എ സോർട്ട് ഓഫ് ലോസ്, അതായത് മെമ്മറി ലോസ്, കംപ്ലീറ്റ്ലി ലോസ്റ്റ്, ഓറിയന്റേഷൻ ലോസ്റ്റ്, വേർ ആം ഐ, വാട്ട് ഹാപ്പൻ ടു മീ, അങ്ങനെ നമ്മൾ അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ എന്നൊക്കെ പറയുന്ന ഏതാണ്ട് അതേപോലെയുള്ള ഒരു ടോട്ടൽ ലോസ്, ഒരു ബ്ലാക്ക് ഔട്ട് ഫീലിംഗ് ഒക്കെ വരാം. ഇവിടെ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിലാണ് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉള്ളത്. അപ്പം നമ്മൾ കുറേയേറെ ഡിസീസസിന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതെല്ലാം ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിലാണ്. ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അല്ലെ വെരി ഇമ്പോർട്ടൻറ്റ് സിംറ്റം, ദറ്റ് ഈസ് നംനെസ്. നിങ്ങൾക്ക് ആ പടത്തിൽ കാണാൻ പറ്റും. ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിലാണ് നംനെസ് എന്ന് പറഞ്ഞത് തരിപ്പ്, അല്ലെങ്കിൽ സെൻസേഷൻ ഇല്ലായ്മ. അപ്പൊ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ സ്കിന്നിന്റെ കേസിൽ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ആണ് നമുക്ക് ആ നംനെസ് ഫീൽ ചെയ്യുന്നെങ്കിൽ, ഇവിടെ എവിടെയെല്ലാം നംനെസ് ഫീൽ ചെയ്യുന്നു അതെല്ലാം ഹീലിംഗ് ഫേസിലാണ്. മറ്റൊരു കാര്യം, സ്കിന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഓൾസോ എ കവറിങ് മെറ്റീരിയൽ, ബട്ട് ഇറ്റ് കവേഴ്സ് ദി ഒറിജിനൽ സ്കെൽട്ടൻ. അതുകൊണ്ട് ബോണിനെ കവർ ചെയ്യുന്ന പെരിയോസ്റ്റിയമാണ്. അത് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഹൈപ്പർ എസ്തേഷ്യ ആണ്, അല്ലെ പെയിൻ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് പല പല സിംറ്റംസും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സ്റ്റേജിലാണ്. അത്രയും കാര്യം നിങ്ങൾ പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സ്കിന്നുമായിട്ട്, അല്ലെങ്കിൽ ഇത് നമുക്ക് പറയാം എന്താ ആന്റിക്, എന്താ പറയണ്ടേ, പ്രൈമോണ്ടിയൽ, അല്ലെങ്കിൽ പുരാതന എന്നൊക്കെ പറയുന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, പുരാതന സ്കിൻ, അല്ലെങ്കിൽ ആദ്യത്തെ സ്കിൻ, അതിന്റെ എവല്യൂഷണൽ ഫേസ് അത് പെരിയോസ്റ്റിയമായിരുന്നു. അപ്പൊ ബോൺ സ്ട്രക്ചർ ഉണ്ടായി, അതിന് ശേഷമാണ് കരയിലേക്ക് വന്നു, മറ്റ് ടെറിട്ടറി ഇഷ്യൂസ് വന്നു, സെക്ഷൽ ഇഷ്യൂസ് വന്നു. ഇതൊക്കെ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഈ സെപ്പറേഷൻ became more on the periphery, on the skin epidermis. അവിടെ അത് മോർ റിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. പക്ഷെ പെയിൻ ഇന്റൻസിറ്റി വളരെ കൂടുതൽ, അല്ലെങ്കിൽ സിംറ്റംസ് മോർ ഇന്റൻസ് ആയിട്ടുള്ള ഡിസീസസ് എന്നറിയപ്പെടുന്ന രോഗങ്ങൾ, പെരിയോസ്റ്റിയം റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളൊക്കെ വരുന്നത് ഡീപ്പർ ആണ്.
ഞാൻ പല പ്രാവശ്യം ഉപയോഗിച്ചൊരു വാക്കാണ് അസ്ഥിയെ പിടിച്ച പ്രണയം എന്നൊക്കെ ഞാൻ പലപ്പോഴും ഉദാഹരണം പറഞ്ഞു. അപ്പം അസ്ഥിയെ പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പാണ്. അപ്പം ഇത് അസ്ഥിയുടെ കവറിങ് ആണെങ്കിൽ പോലും ഇത് അതിന്റെ ഡീപ്പർ വെൻ കമ്പയർഡ് ടു സ്കിൻ. ഓഫ് സ്കിൻ മീൻസ് എപ്പിഡെർമിസ്. അപ്പൊ രണ്ടിന്റെയും കോൺഫ്ലിക്റ്റ് ഒന്നാണെന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് കോൺഫ്ലിക്റ്റ്? സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. അപ്പം സ്കിന്നിലുള്ളത് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. ദാറ്റ് മീൻസ് എ ടച്ച് ഐ വാണ്ടഡ് ബട്ട് ഐ ഡിഡ് നോട്ട് ഗെറ്റ്, ഓർ ഐ ഹാപ്പൻ ടു ഗെറ്റ് എ ടച്ച് വിച്ച് ഐ ഡിഡ് നോട്ട് ലൈക്ക് ഓർ ഡിഡ് നോട്ട് വാണ്ട്. അപ്പൊ അതാണ് സ്കിന്നിന്റെ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. ഇത് തന്നെയാണ് പക്ഷെ മോർ സിവിയർ വെൻ കമ്പയർഡ് ടു ദി എപ്പിഡെർമിസ്. ദി സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് റിലേറ്റഡ് ടു ദി പെരിയോസ്റ്റം ഈസ് മോർ സിവിയർ. അതുകൊണ്ട് ഇത് നിങ്ങൾ മറക്കാതിരിക്കുക. സിവിയർ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ് പെരിയോസ്റ്റിയത്തിന്റെ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ കോർ കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് പറയാം. ഇത് ഞാൻ പറഞ്ഞ പോലെ സ്കിന്നിന്റെ ഏരിയയിലേക്ക് ഉള്ള പോലെ തന്നെ അതിന്റെ ഡീപ്പർ മീനിങ്ങിൽ അല്ലെങ്കിൽ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതിൽ ടെറിട്ടറി വരാം, സെക്സ് വരാം, അല്ലെങ്കിൽ പേഴ്സണൽ സെപ്പറേഷൻ പോലും വരാം. എൻ്റെ കുട്ടി എന്നെ വിട്ടുപോയി, അച്ഛൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, പാർട്ട്ണർ മരിച്ചുപോയി. ഇതൊക്കെ ഒരു വശത്ത് തരിപ്പ് എന്ന് പറയുന്ന, മരപ്പ് എന്ന് പറയുന്നത്, എൻ്റെ കൈ തരിച്ചിരിക്കുന്നു, മരച്ചു. ഇതൊക്കെ നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി ഇങ്ങനെ കൈ ചെയ്ത് ശരിയാകും, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയും. ഇപ്പൊ ഫിസിയോതെറാപ്പി കൊണ്ട് ചെയ്യാവുന്ന എന്തോ ഫിസിക്കൽ ഡിസീസ് ആണ് ഈ തരിപ്പ്, മരപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പൊ തരിപ്പ്, മരപ്പ് എന്ന് പറയുന്ന രോഗങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരാത്ത, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് വരാത്ത ഒരു ഡോക്ടറുമില്ല. അത്രമാത്രം പേഷ്യൻസ് വരുന്നുണ്ട്. പക്ഷെ GNM പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണ് അയാളുടെ പ്രശ്നമെന്നും അത് സിവിയർ ആയിട്ടുള്ള സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണെന്നും നിങ്ങൾക്ക് മനസ്സിലാകുകയും ആ രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം ആരാണ് നിങ്ങളെ വിട്ടുപോയത്. കാരണം അത് ഡീപ്പറാണ്, ഡീപ്പർ ദാൻ മിയർ ടച്ച്. സ്കിൻ എപ്പിഡെർമിസിനുള്ള പറഞ്ഞ ടച്ചിന്റെ കാര്യമാണ്. ഓഫ് കോഴ്സ് എ ടച്ച് വിച്ച് ഐ ലൈക്ക്, ഐ വാണ്ടഡ്, ഐ ഡിഡ് നോട്ട് ഗെറ്റ്, ഓർ ഐ ഹാപ്പൻ ടു ഗെറ്റ് എ ടച്ച് in any part of the body which I did not like. പക്ഷെ ഇത് അതിനേക്കാളും ഡീപ്പർ ആണ്. ഇറ്റ് ഇസ് എ സോർട്ട് ഓഫ് ലോസ്. അത് ടെറിട്ടോറിയൽ ലോസ് എന്ന് പറഞ്ഞ ഉടനെ ഹാർട്ടിലേക്ക് ഒന്നും പോകണ്ട. ഇത് ഒരു ടച്ച് ആണ്, അതൊരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്, ബട്ട് മോർ സിവിയർ വെൻ കമ്പയർഡ് ടു ദി സ്കിൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സെക്ഷൽ സെപ്പറേഷൻസ് അതിൻ്റെ അകത്ത് വരാം. ഭാര്യ മരിച്ചുപോയി, അപ്പം ഭാര്യയുമായിട്ട് ബോഡി ടച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗത്തും തരിപ്പ് വരാം. അല്ലെ ഹസ്ബൻഡ് എന്നെ വിട്ടുപോയി, ഹസ്ബൻഡ് മരണപ്പെട്ടു, അപ്പോൾ ഹസ്ബൻഡ് ടച്ച് ചെയ്തിട്ടുള്ള എല്ലാ ബോഡി പാർട്സിലും ബോൺസിന്റെ കവറിങ്ങിലെല്ലാം വരാം. അപ്പൊ അതായിരിക്കാം. അല്ലെങ്കിൽ ഐ ലോസ്റ്റ് എ ജോബ് വിച്ച് ഐ എൻജോയ്ഡ് വെരി മച്ച്, ഐ വാസ് റിമൂവ്ഡ് ഫ്രം ദി ജോബ്. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അല്ലെങ്കിൽ ആ ഫാക്ടറിയിൽ എനിക്ക് ഇനി പോകാൻ പറ്റത്തില്ല. ഞാൻ വല്ലാതെ ആസ്വദിച്ച് ചെയ്തിരുന്ന ജോലിയാണ്, പക്ഷെ ഇന്ന് ആ ജോലി ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. അതൊരു ടൈപ്പിസ്റ്റിന് ജോലിയാകാം, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഗാർഡനിങ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടറിയിലുള്ള പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് ലെവലിലുള്ളതാകാം. ഏത് ജോലിയാണോ വളരെ ആസ്വദിച്ച് ചെയ്തിരുന്നത് ആ ജോലി സെപ്പറേഷൻ വന്നു കഴിഞ്ഞാലും വരാം. അപ്പൊ അത് ടെറിട്ടോറിയൽ ആവാം, പേഴ്സണൽ ആവാം, സെക്ഷൽ ആവാം. ഇതെല്ലാം അതിൻ്റെ അകത്ത് വരുന്നു. ഇപ്പം ഇമോഷണൽ ഇന്റൻസിറ്റി ആണ് വെൻ കമ്പയർഡ് ടു സ്കിൻ. ദിസ് ഈസ് മോർ ഇന്റൻസ്. അതുകൊണ്ട് ഏത് ബോഡി പാർട്ടിലാണ് തരിപ്പ്, ഇത് മലബാർ ഭാഷയാണ് തരിപ്പ്, മരപ്പ് എന്ന് തെക്കൻ കേരളത്തിലേക്ക് പറയുന്ന മരപ്പ്, ഇവിടെ തരിപ്പ്, രണ്ടും പറയും. ഈ രണ്ട് കാര്യം, നമ്പ് ഫീലിംഗ്, തൊട്ടാൽ അറിയുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് അത് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ സിവിയർ ആണ്, സിവിയർ വെൻ കമ്പയർഡ് ടു സ്കിൻ. അപ്പൊ അത് ബോഡിയുടെ ഏത് ഭാഗത്ത് എവിടെയെല്ലാം ബോൺ ഉണ്ടോ, അത് കൈയാവാം, കാലാവാം, അവിടെയെല്ലാം ഈ തരിപ്പ് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിയോളൂ, ഇറ്റ് ഈസ് എ സിവിയർ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. ഇപ്പൊ ഞാൻ ഗള്ളറ്റ് മ്യൂക്കോസ പ്രോഗ്രാം സെൻസിറ്റിവിറ്റി പാറ്റേൺ പറഞ്ഞു. അതിന്റെ അർത്ഥം ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. നിങ്ങൾ ആ നീല നിറം കാണുന്നത് മുഴുവനുമാണ് നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്. ഓറഞ്ച് കളർ കാണുന്നത് മുഴുവനാണ്, അല്ലെ റെഡ് എന്ന് വേണേൽ പറയാം, അത് മുഴുവനാണ് നിങ്ങളുടെ PCL-A ആൻഡ് PCL-B മീഡിയേറ്റഡ്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ എപ്പിലെപ്റ്റോട്രൈസിസ്. അപ്പോൾ ആ റെഡ് കളറ് നമ്മൾ ഹീലിംഗിലും, ബ്ലൂ കളറ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിലും. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ആകുന്ന സമയത്ത്, അതായത് പേഷ്യന്റ് ഹാസ് നോട്ട് ഗോട്ട് ഔട്ട് ഓഫ് ദി സെപ്പറേഷൻ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഒരാള് ജീവിതത്തിൽ നിന്ന് പോയതാണ്, മരിച്ചു പോയതാണ്, വേർപെട്ടു പോയതാണ്, ജോലി നഷ്ടപ്പെട്ടതാണ്, ഇതെല്ലാം അതിൻ്റെ അകത്ത് വരാം. അപ്പോൾ അവിടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെയാണ് സിംറ്റംസ് ഉണ്ടാകുന്നത്.
അവിടെ തന്നെ നമുക്ക് മെമ്മറി ലോസ് ഉണ്ടാകുന്നു. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഹീലിംഗ് ഫേസിൽ വരുമ്പോഴത്തേക്കും അവിടെ സെൽ പ്രോളിഫറേഷൻ ഉണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് അവിടെ വായിക്കാൻ പറ്റും. ടിഷ്യൂ ലോസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറേഷൻ ഉണ്ട്, പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു നംനെസ് ഫീലിംഗ് അല്ലെ ഹൈപ്പോ എസ്തേഷ്യ ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ്. നേരെ തിരിച്ച് സ്കിൻ സെൻസിറ്റിവിറ്റി ആയിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. ഇത് വളരെ എവിഡന്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഫാൻറ്റം ലിംബ്. ഡോക്ടേഴ്സിനൊക്കെ അറിയാം. അതായത് ഒരു പ്രത്യേക ഭാഗം നമ്മുടെ ശരീരത്തിന്റെ കയ്യ്, കാല്, ഏതെങ്കിലും ഒരു ലിംബ് ആംബ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നീക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നീക്കപ്പെട്ട ഒരു വിരലിന്റെ അറ്റത്തോ അല്ലെ കാലിനോ ഫീറ്റിലോ ലെഗിലോ ഒക്കെ നമുക്ക് ആ സെൻസേഷൻസ് വരാം. അതിനാണ് ഫാൻറ്റം ലിംബ് എന്ന് പറയുന്നത്. അത് മീഡിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ പെരിയോസ്റ്റിയൽ നെർവ്സ് ആണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോ ഹീലിംഗ് ഫേസിലാണ് ഈ പറയുന്ന തരിപ്പുള്ളത്. അതിനെ പല രീതിയിലേക്ക് നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അത് ടിംഗ്ലിംഗ്, മരപ്പ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റുമാറ്റിസം. റുമാറ്റിസം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലെ വാദം എന്നൊക്കെ പറയുമെങ്കിലും ബോൺ പെയിൻസ് എല്ലാം തന്നെ അത് നമ്മൾ പറയുന്ന ആർത്രൈറ്റിസ് അല്ല. ഇവിടെ റുമാറ്റിസം എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് ഡിഫറെന്റ് ആണ്. GNM അത് നിങ്ങൾ പഠിച്ചേ മതിയാവൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ബോൺ ആൻഡ് ജോയിന്റ്സ് പഠിപ്പിച്ചപ്പോൾ ഞാനത് വിശദമായിട്ട് പറഞ്ഞതാണ്. ഒരു സാർക്കോമയൊക്കെ കാണിച്ചതാണ്. അപ്പൊ അത് പങ്ക്ചേർഡ് പെരിയോസ്റ്റിയമാണെന്ന് ഞാൻ അവതരിപ്പിച്ചതാണ്. ഊസിങ് ഓഫ് ബോൺ മാരോ, അതാണ് അതിന്റെ സ്വെല്ലിങ്ങിന് കാരണമായത്. പങ്ക്ചർ അനുവദനീയമല്ല, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആണ് എന്നൊക്കെ ഞാനത് വിശദീകരിച്ചാണ്. ആ പടവും ഞാൻ ഓർക്കുന്നു. അപ്പോ ക്ലിനിക്കൽ സിംറ്റംസ് വരുന്നത് ഹൈപ്പർ എസ്തേഷ്യയിലും വരുന്നത് അൾസറേഷൻസ്. അതിന് പല രീതിയിലുള്ള അൾസറേഷൻസ് നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ ലെഫ്റ്റ് റൈറ്റ്, അപ്പം ലെഫ്റ്റ് ഹാൻഡഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് കോഴ്സ് മദർ ആൻഡ് ചൈൽഡ്, റൈറ്റ് സൈഡ് പാർട്ട്ണർ സൈഡ്, ലെഫ്റ്റ് സൈഡ് മദർ ആൻഡ് ചൈൽഡ്. അത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്, യാതൊരു സംശയമില്ല. അപ്പൊ അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് മച്ച് ബിയോണ്ട് എൻഡോഡേം ഡിറൈവ്ഡ് ടിഷ്യൂ അല്ല. അപ്പം എൻഡോഡേം ഡിറൈവ്ഡ് ടിഷ്യൂവിലും, അതായത് ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ടിഷ്യൂസിലും മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഓൾട്ടറേഷൻ ഓഫ് ദി സൈഡ് ഇല്ലാതെയുള്ളത്. അപ്പം നമ്മൾ സെറിബെല്ലം ഡൗൺ ടു സെറിബൽ മെഡുല്ല, സെറിബൽ കോർട്ടെക്സ്, ഇതിനകത്തെല്ലാം അപ്ലിക്കബിൾ ആണ് നമ്മുടെ ലാറ്ററാലിറ്റി. അതുകൊണ്ട് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, അവിടെ ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്ട്ണർ സൈഡ്, മദർ ആൻഡ് ചൈൽഡ് സൈഡ് ഒരിക്കലും നിങ്ങൾ മറന്നേക്കരുത്. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ഹാൻഡഡ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. പലപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, ഹാമർ ഫോക്കസ്, നമുക്കറിയാമല്ലോ, കോൺഫ്ലിക്റ്റ് മൈൻഡിൽ, സൈക്കിയിൽ സംഭവിക്കുന്നു. അത് ഇമ്മീഡിയറ്റ്ലി ഇമ്പാക്റ്റഡ് ഇൻ ദി ബ്രെയിൻ. അതിനെയാണ് ഹാമർ ഫോക്കസ് എന്ന് പറയുന്നത്, HH എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും കൺഫ്യൂഷനാണ്. ഞാൻ നാളെ അവതരിപ്പിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കേസിൽ ദേ ആർ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്, അവർക്ക് അറിയില്ല. അതായത് എന്താണ് ഹാമർ ഫോക്കസ്, എന്താണ് ഇഡിമ ഹാപ്പനിങ് ഇൻ ദി ബ്രെയിൻ ആസ് എ പാർട്ട് ഓഫ് or as an attempt of reducing the brain pressure. ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ബ്രെയിൻ പ്രഷർ, ഹാമർ ഫോക്കസ്, ഹീലിംഗ് സ്റ്റേജ്, ഇതൊന്നും അറിയാത്തിടത്തോളം കാലം ഏത് വലിയ ന്യൂറോളജിസ്റ്റ് ആണെങ്കിലും അവരെ രോഗികളോടും ജനങ്ങളോടും പറയുന്നത് എല്ലാം സോറി ടു യൂസ് ദാറ്റ് വേർഡ്, ബ്ലണ്ടേഴ്സ് ആണ്. കാരണം അവർക്ക് അറിയില്ല. അപ്പൊ ഇതിനെല്ലാം പല പല സിൻഡ്രോം കൊടുക്കും. അങ്ങനെയാണ് സംഗതി നടക്കുന്നത്. ആക്ച്വലി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി അതൊരു ഡെത്ത് ആകാം, ഞാൻ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആകാം. അത് ഇമ്മീഡിയറ്റ്ലി ബ്രെയിനിന്റെ അകത്താണ് HH ഹാമർ ഫോക്കസ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് മിസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ GNM മാത്രമാണ് ഇതിന് വളരെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നത്. അപ്പൊ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി അതിന്റെ നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അതിന്റെ ഔട്ട്ലൈൻ വളരെ ഷാർപ്പായിരിക്കും. ഡ്യൂറിങ് ഹീലിംഗ് അത് മേർജ്ഡ് വിത്ത് ദി ഫ്ലൂയിഡ് ആയിരിക്കും. ദർ വിൽ ബി ലോട്ട് ഓഫ് അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ദെയർഫോർ വാട്ട് വിൽ ഹാപ്പൻ, ആ ബ്രെയിൻ പ്രഷർ കൂടും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ സിംറ്റംസ് ഉണ്ടാകും. ആ ബ്രെയിൻ പ്രഷർ റിലീസ് ചെയ്യുന്ന സമയത്താണ് അത് ഹീലിംഗ് സ്റ്റേജിലേക്ക് വരുന്നത്. അൾട്ടിമേറ്റ്ലി ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രോഗ്രാം. അപ്പോൾ ഡ്യൂറിങ് ദി ഹീലിംഗ്
അല്ലെങ്കിൽ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി അവിടെ ഷാർപ്പായിട്ടുള്ള എച്ച് ആണുള്ളത്. അതിനുശേഷം ഹീലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു ഒരു ഒരു ഡിസോൾഡെന്നോ അല്ലെങ്കിൽ എന്താ ഡിഫ്യൂസ്ഡെന്നോ ഒക്കെയുള്ള വാക്ക് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഷാർപ്പ്നെസ് ഓഫ് ദി ഹാമർ ഫോക്കസ് അത് ഇല്ലായ്മയാകുന്നു അല്ലെങ്കിൽ ഇല്ലാതെയാകുന്നു. അത് ഫ്യൂസ്ഡ് വിത്ത് ദി ബ്രെയിൻ ഫ്ലൂയിഡ്. അപ്പൊ ആ ഫ്ലൂയിഡിന്റെ അക്യുമുലേഷൻ ആ ഭാഗത്തുണ്ടാവും. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് അവിടെ ബ്രെയിൻ ടിഷ്യൂ അല്ല ഡാമേജ് ആകുന്നത്, ന്യൂറോൺസിനൊന്നും സംഭവിക്കത്തില്ല. അവിടെ സംഭവിക്കുന്നത് അതിന്റെ ഗ്ലയ മാറ്ററാണ് അല്ലെങ്കിൽ അതിന്റെ ഇൻസുലേഷൻ ആണ്. ആ ഇൻസുലേഷൻ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ദാറ്റ് വിൽ ബി ഇമ്മീഡിയറ്റ്ലി റീപ്ലേസ്ഡ്. അതാണ് ഈ എച്ച് ശേഷം കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിന് ശേഷം നടക്കുന്ന ഹീലിംഗിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഫ്ലൂയിഡ് ഉള്ളത്, അവിടെ കൊണ്ടാണ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉള്ളത്. നാളെ ഞാൻ അവതരിപ്പിക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കേസിന്റെ അകത്ത് അവരതിനെ ഹൈഡ്രോകെഫാലസ് എന്നൊക്കെ വിളിച്ചിരിക്കുന്നു. ഹൈഡ്രോകെഫാലസ് നമുക്കറിയാമല്ലോ, അത് ബ്രെയിനിന്റെ അകത്തുള്ള കാവിറ്റീസിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഡ്രെയിനേജ് അല്ലെങ്കിൽ സർക്കുലേഷൻ ബ്ലോക്ക് ആകുമ്പോഴാണ് അവിടെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ. ഇത് അങ്ങനെയൊന്നുമല്ല. ദേ കനോട്ട് ഓർ ദേ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് that during the healing phase there will be accumulation of fluid because only Dr. Hammer told us, Dr. Hammer ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ക്യൂർ ടേക്സ് പ്ലേസ് only in the fluid medium. അപ്പോൾ ബ്രെയിനിലുള്ള ഹീലിംഗ് മുതലേ നമുക്ക് അറിയത്തുള്ളൂ. മൈൻഡിലുള്ള ഹീലിംഗ് ഉണ്ടായിരിക്കണം എങ്കിലാണ് ബ്രെയിനിലുള്ള ഹീലിംഗ് നന്നായിട്ട് നടക്കുക. ഇപ്പൊ സെപ്പറേഷൻ അക്സെപ്റ്റ് ചെയ്യണം, സെപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം, അയാളുടെ ലൈഫുമായിട്ട് അത് അസോസിയേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ വേണം പോകാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ ഹീലിംഗ് ഫേസിൽ പതിവ് പോലെ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ട്, സ്വെല്ലിംഗ്, ഇഡിമയുണ്ട്, അങ്ങനെയുള്ള എല്ലാ ചേഞ്ചസും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ആണ് ഈ പറയുന്ന നമ്പ് ഫീലിംഗ് അല്ലെ ഹൈപ്പോ എസ്തേഷ്യ. ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പെരിയോസ്റ്റിയം എന്ന് പറയുന്ന ചാപ്റ്റർ ലീവ് ചെയ്യുവാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമുക്ക് എടുക്കാനുള്ള ലിംഫാറ്റിക് സിസ്റ്റം. അപ്പൊ ലിംഫാറ്റിക് സിസ്റ്റം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ അതിന്റെ കൂടെ. അതായത് ഈ പറയുന്ന എച്ചിനെ ബ്രെയിനിനുണ്ടാകുന്ന ആ ഒരു ഹാമർ ഫോക്കസിനെ പലപ്പോഴും ക്യാൻസർ ആയിട്ടാണ് അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ മുഴുവൻ പത്തോളജിയും അതിനുശേഷം ഇറ്റ് ക്യാൻ ബി എ മലിഗ്നന്റ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് ഓപ്പറേഷനിലേക്ക് പോകാം, മെഡിക്കേഷനിലേക്ക് പോകാം, മറ്റ് ക്ലിയർ അല്ലാത്ത മെഡിക്കേഷൻ അതിനൊക്കെ പോകുന്നതിന്റെ കാരണം ഈ എച്ച് എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല, അതിനുശേഷമുള്ള ബ്രെയിൻ പ്രഷർ അറിയുന്നില്ല, അല്ലെങ്കിൽ എലിമിനേഷൻ ഓഫ് ദി പ്രഷർ ആണ് മറ്റ് സിംറ്റംസ് എന്നുള്ളത് അറിയുന്നില്ല എന്നുള്ളതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് പോകാം. ഇതും കൂടെ നമ്മൾ പെരിയോസ്റ്റത്തിൽ പറയേണ്ടതാണ്. ചിൽ ബ്ലെയിൻസ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക സ്ഥലം, നിൽക്കുന്ന സ്ഥലം, താമസിക്കുന്ന സ്ഥലം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് എ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. ഐ ഡോണ്ട് ലൈക്ക് ടു സ്റ്റെപ്പ് ഓൺ ദിസ് ലാൻഡ്. എനിക്ക് ഈ സ്ഥലത്ത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോകണം. നമ്മളിങ്ങനെയുള്ള ചിൽ ബ്ലെയിൻസിനെയൊക്കെ നമ്മൾ മിറ്റിയ മെഡിക്കൽ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് പഠിച്ച് അതിന് മെഡിസിൻ അറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. അന്നേരം പറയും നമുക്ക് ആ ഒരു സ്ഥലത്ത് ജീവിച്ചതുകൊണ്ടാണ്, കോൾഡ് ക്ലൈമറ്റ് ജീവിച്ചതുകൊണ്ടാണ്. അതൊന്നുമല്ല, അതിന്റെ എല്ലാത്തിനും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നും ആ കോൺഫ്ലിക്റ്റ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചിൽ ബ്ലെയിൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെയുള്ള ഒരു ഡിസീസാണ് റെയ്നോൾഡ്സ് ഡിസീസ്. ഇതും ഹാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അത് അഫക്റ്റ് ചെയ്തിരിക്കുന്ന പെരിയോസ്റ്റിയത്തിലാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നമ്മളെ മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ച് അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പായി, അത് ഭയങ്കരമായി തണുപ്പത്ത് നിന്നിട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര കോൾഡ് കൺട്രീസിൽ അല്ലെങ്കിൽ സ്നോ ഉള്ള സ്ഥലത്ത് ജീവിച്ചത് കൊണ്ടാണ് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നമുക്ക് GNA പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഗാംഗ്രീൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ വരാഞ്ഞിട്ട് അങ്ങനെയൊന്നും അല്ല. ഇവിടെയും സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. പ്രൊഫൗണ്ട് അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള, സിവിയർ ആയിട്ടുള്ള സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ് വിത്ത് സംതിങ് വിച്ച് ഹി യൂസ്ഡ് ടു ടച്ച്. ഒരു സ്ഥലത്ത് ഇഷ്ടമില്ലാത്ത ഒരു സംഗതി ടച്ച് ചെയ്തു, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ടച്ച് ചെയ്യാൻ കിട്ടിയില്ല, അങ്ങനെയുള്ളത് തന്നെയാണ്. ഇതുപോലെയുള്ള അൾസർ ഞാൻ ഇന്നും ഓർക്കുന്നു. എൻ്റെ ശരീരത്തിൽ ഇതുപോലെ ചെറുപ്പത്തിൽ ഇതുണ്ടായിരുന്നു. എനിക്കറിയില്ല അത് ഏത് കാലത്താണ് ഉണ്ടായിരുന്നത്. സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ഇതുപോലെയുള്ള നിങ്ങളിപ്പോ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള അൾസേഴ്സ് നമ്മളിൽ പലരും ഉണ്ടായിരുന്നിരിക്കും. അവിടെ എല്ലാം ഒരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇവിടെ റൈറ്റ് സൈഡാണ്, എക്സ്റ്റേണൽ സൈഡാണ്. സോ ഫാദറിനോടുള്ള ആകാം, അല്ലെങ്കിൽ ഒരു പാർട്ണറോടുള്ള ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ആകാം. ഇറ്റ്സ് എ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ഡീപ്പ്. അപ്പൊ ഇവിടെ ഈ അപ്പിയറൻസ് വരുന്നതിന്റെ കാരണം ഇവിടെ പെരിയോസ്റ്റിയം മാത്രമല്ല, ഇവിടെ
സെപ്പറേഷൻ വരുന്നത്. കാരണം അവിടെ നമ്മുടെ സ്കിന്നിന്റെ സൂപ്പർഫിഷ്യൽ ലെയർ ഓഫ് ദ സ്കിൻ അതും ഇൻവോൾവ് ആണ്, എപ്പിഡെർമിസ് ഇൻവോൾവ് ആണ്. അപ്പൊ രണ്ട് ഹീലിംഗും കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുമ്പോഴാണ്, ഈ ബയോളജിക്കൽ പ്രോഗ്രാംസ് ഒരുമിച്ച് നടക്കുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള അൾസേഴ്സ് വരും. നമ്മളിനി പ്രധാനപ്പെട്ട ലിംഫ് വെസലിലേക്ക് പോവാണ്. ഒരുപക്ഷെ എന്നെ ശ്രമിക്കുന്ന ഹോമിയോപ്പതി ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലാത്ത ആർക്കെങ്കിലും ഈ ലിംഫ് വെസലിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതിനെ ഞങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിൽ കരുതിയിരുന്ന, ഇഷ്ടികകൾ വെക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു കെട്ടിടം പണിയുമ്പോൾ ഇഷ്ടികകളുടെ ഇടയ്ക്ക് ഒരു സിമെന്റിങ് മെറ്റീരിയൽ വെക്കും. ചാന്തെന്നും ഗ്രൗട്ടെന്നും ഒക്കെ പല പേരിലും അറിയപ്പെടുന്ന അതാണ് ഈ രണ്ട് ഇഷ്ടികനെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന സാധനം. അത് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ഒരു സെല്ലും വേറൊരു സെല്ലും തമ്മിലുള്ള ഇന്റർസ്റ്റീഷ്യൽ സെൽ അല്ലെങ്കിൽ ഇന്റർ സെല്ലുലാർ സ്പേസ്, ആ സ്പേസിലുള്ള ഫ്ലൂയിഡാണ് ആക്ച്വലി ബോഡി ഫ്ലൂയിഡ് എന്നോ. അതിനെ ഡ്രെയിൻ ചെയ്ത് ഒരുമിച്ച് അത് കൊണ്ടുപോയി പ്യൂരിഫൈ ചെയ്ത് വീണ്ടും തിരിച്ചു വരണം. അങ്ങനെ പാരലായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് പാരലായിട്ട് ഒരു സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിലുണ്ട്. അതാണ് ലിംഫാറ്റിക് സർക്കുലേഷൻ. അത്രമാത്രം അറിയുക, വളരെ ചുരുക്കമായിട്ട്. നിങ്ങൾ ലിംഫ് ഗ്ലാൻസ് കണ്ടിട്ടുണ്ടാവും, അതിനെ ലിംഫ് നോഡ് എന്ന് പറയും. അതായത് കഴുത്തിന്റെ ചുറ്റുവട്ടം ധാരാളമാണ്. നിങ്ങൾ ആ പിക്ചറിൽ കാണുന്ന പോലെ കഴുത്ത് അല്ലെങ്കിൽ ഈ ഭാഗം, കക്ഷം, അല്ലെങ്കിൽ ഇൻഗ്വനൽ റീജിയൻ, നമ്മുടെ ഈ രണ്ട് കാലും അബ്ഡോമിനൽ വയറിൽ നിന്നും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ ഭാഗം, ഗ്രോയിൻ എന്നൊക്കെ പറയും. അവിടെയും ഒക്കെ ധാരാളമായിട്ട് ഇത്തരം ഗ്ലാൻഡുകളെ നിക്ഷേപിച്ചിട്ടുണ്ട്. വയറിന്റെ ഉള്ളിലും ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഗ്ലാൻഡാണ് സ്പ്ലീൻ. അത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ലിംഫ് വെസൽസ്, അതായത് ഈ പറയുന്ന, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സർക്കുലേഷനിൽ എല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ്. നമ്മളൊരു വലിയ സിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ഹോട്ടലിൽ നിന്ന് വരുന്ന, പുറത്തേക്ക് വരുന്ന ദുഷിച്ച വെള്ളവും മറ്റേ ഹോട്ടലിൽ നിന്ന് വരുന്നതും എല്ലാം ഒരു കനാൽ ഉണ്ടാവും, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്യാരിയിങ് സിസ്റ്റം. അപ്പൊ അത് അവസാനം എവിടെയെങ്കിലും ഒരു മാൻഹോളിലേക്ക് പോയിട്ട് അത് ഡംപ് ചെയ്ത് അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്ത് അങ്ങനെയാണ് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ലിംഫ് എല്ലാം കൂടെ കൊണ്ടുപോയി ഹാർട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ചെന്ന് പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട സാധനമാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ അത് ഇത് ലിംഫാണ് അല്ലെങ്കിൽ ലിംഫ് കമ്പോണന്റോ ബ്ലഡ് ആണ്, അങ്ങനെയൊന്നുമില്ല. അത് ബ്ലഡിലേക്ക് തന്നെ ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അപ്പം ഇത് ക്യാരി ചെയ്യുന്ന വെസൽസ്, കുഴലുകൾ, അതിനാണ് നമ്മൾ ലിംഫ് വെസൽസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാൻഹോൾ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ കുറച്ച് ലിംഫ് വെസൽസ് എല്ലാം കൂടെ കൊണ്ടുവരുന്ന ലിംഫിനെ കളക്ട് ചെയ്യുന്ന അതിനെയാണ് ലിംഫ് നോട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നോർമൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആളുടെ കഴുത്തിലും കക്ഷത്തിലും ഒക്കെ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അതാണ് ലിംഫ് നോട്ട്സ്, അല്ലെ ലിംഫ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വലിയൊരു അവയവമാണ്, അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുള്ള ഒരു അവയവമാണ് സ്പ്ലീൻ. അത് വയറിന്റെ ഉള്ളിലാണുള്ളത്. അത് നിങ്ങൾക്ക് ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ലിംഫാറ്റിക് സിസ്റ്റം, ബിക്കോസ് ഇറ്റ് ഈസ് വെസൽ, പ്രൈമറിലി വെസൽ ആയാലും നോഡ് ആയാലും, അത് നിങ്ങൾക്ക് ആ പടത്തിൽ കാണുന്ന പോലെ സെറിബ്രൽ മെഡുല്ലയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ന്യൂ മീസോഡേമിൽ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ആ ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് വെസൽ, അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് അതിന്റെ കോൺഫ്ലിക്റ്റ് എന്നുള്ളത്. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഞാൻ പറഞ്ഞു, അല്ല ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്, രണ്ട് സെല്ലുകൾ, രണ്ടല്ല ധാരാളം സെല്ലുകളുടെ ഇടയ്ക്കുള്ള സിംബിനിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ഫ്ലൂയിഡിനെ കളക്ട് ചെയ്തിട്ട് അത് കൊണ്ടുപോകുന്ന സിസ്റ്റത്തിനാണ് ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്നൊക്കെ പറയുന്നത്. അത് ലിംഫ് കാപ്പിലറീസ്, അത് ഒരുമിച്ച് ലിംഫ് വെസൽസ്, ബിഗർ ആയിട്ടുള്ള വെസൽസിലേക്ക് വരും. അവസാനം അത് ലിംഫ് ഗ്ലാൻഡിൽ വരും. ഈ ലിംഫ് ഗ്ലാൻഡ് ടു ഗ്ലാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവിടെ നിന്നും അത് ഫൈനൽ സുപ്പീരിയറിനൊക്കെ ഇൻവീരിയറിനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഹാർട്ടിലേക്ക് അത് പോവുകയും ചെയ്യും. അപ്പൊ ന്യൂ മീസോഡേം ഒറിജിൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സെറിബ്രൽ മെഡുല്ല ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ പാർട്ട്. അപ്പൊ നാച്ചുറലി നമ്മൾ ഇനി ഇവിടെയും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് വെരി ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ലിംഫ് വെസൽസ്, ലെഫ്റ്റ് ലിംഫ് വെസൽസ്, ഇത് കൺട്രോൾ ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ബ്രെയിൻ കൺട്രോളിങ് സെന്റേഴ്സ് തന്നെയാണ്. എവിടെ നമ്മൾ ബോൺ ജോയിന്റ്സ് അല്ലെങ്കിൽ ബോൺസിന്റെ ഡിഫറെന്റ് പാർട്സ്, നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ നമ്മൾ കഴുത്ത് പറഞ്ഞു, ജോയിന്റ്സ് പറഞ്ഞു,
സ്പൈൻ പറഞ്ഞു, അല്ലെങ്കിൽ റിബ്സ് പറഞ്ഞു, അങ്ങനെയുള്ള അതേപോലെയുള്ള റിലേഷൻഷിപ്സ് അല്ലെ കോൺഫ്ലിക്റ്റ് ആണ് ഈ പറയുന്ന ലിംഫാറ്റിക് സിസ്റ്റത്തിനും ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അസ്ഥിയെ പിടിച്ച എന്ന് പറയുന്ന അത്രമാത്രം ഡീപ്പായിട്ടുള്ള സെൽഫ് ഡിവാലുവേഷൻ അല്ല മസിലിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ അതിനേക്കാളും കുറഞ്ഞിട്ടുള്ളതാണ് സൂപ്പർവിഷനിലേക്ക് വരുമ്പോൾ. അതായത് ബ്ലഡ് വെസൽസ് ആയാലും, ബ്ലഡ് വെസൽസ് ഇനി അടുത്ത ചാപ്റ്ററിൽ അല്ലെ അടുത്ത ദിവസം നമ്മൾ വീണ്ടും വിശദമായിട്ട് പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇനി 3 ചാപ്റ്ററേ ഉള്ളൂ കവർ ചെയ്യാനായിട്ട്. ഒന്ന് ടീത്ത്, ടീത്തിന്റെ കോൺഫ്ലിക്ട്സ് അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യും ഒരു ദിവസം. പിന്നെ ഹാർട്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അത് നമ്മൾ അവസാന ദിവസം. അതിനുശേഷം നമ്മൾ സ്കിസോഫ്രേനിക് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന ഡോക്ടർ ഹാമറുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ പഠിക്കണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ചാപ്റ്ററുകളാണ് ഇനി അവശേഷിച്ചിട്ടുള്ളത്. അത് കാഷ്വലായിട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ബ്ലഡ് വെസൽസ് പോലെ തന്നെ അത്രമാത്രം പ്രധാനപ്പെട്ടതല്ലെങ്കിലും ലിംഫ് വെസൽസിന്റെ കോൺഫ്ലിക്റ്റും എന്താണ്? സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മോഡറേറ്റ് സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്ട്സ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ബ്ലഡിൽ അല്ല, ബോണിലോ ജോയിന്റ്സിലോ ഒക്കെയുള്ള സെൽഫ് ഡിവാലുവേഷൻ വളരെ ഇന്റൻസ് ആണ്, വളരെ സിവിയർ ആണ്. ഇവിടെ അത്രയും ഇന്റൻസ് അല്ല. അതുകൊണ്ട് നമ്മൾ മോഡറേറ്റ് സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോ പ്രൈമറി സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ഈസ് വെരി പ്രൈമറി ഫോർ എ ലിവിങ് ഇൻഡിവിജ്വൽ. അപ്പോൾ അത് ന്യൂ മീസോഡേം ഒറിജിൻ ആണ് ആ ടിഷ്യൂസ് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറക്കാതെ പോകും. അപ്പൊ ലിംഫ് നോഡ്സിന്റെ ലൊക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ സെർവിക്കൽ റീജിയനുള്ള ലൊക്കേഷൻ, അല്ലെങ്കിൽ ഗ്ലാൻസിന്റെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ഡിഫറെന്റ് ആണ്. ആക്സിലറി ലിംഫ് നോഡ്സിന്റെ വ്യത്യാസമാണ്. അബ്ഡോമിനൽ വിസറ എന്ന് പറയുന്ന അബ്ഡോമിനൽ ധാരാളം ഗ്ലാൻസ് ഉള്ളതാണ്. മീൻസ് ഒമെന്റം എന്നൊക്കെ പറയുന്നിടത്ത് വിസറൽ ലിംഫ് നോഡ്സ് ഉണ്ട്. അവിടെയും ഫങ്ഷൻസ് എല്ലാം ഒന്ന് തന്നെയാണ്. അവിടുത്തെ ലിംഫിനെ കളക്ട് ചെയ്തിട്ട് ബ്ലഡിലേക്ക് സർക്കുലേറ്റ് ചെയ്യുക തന്നെയാണ്. അപ്പോൾ അതിന്റെ പ്രാധാന്യം ഓരോ സ്ഥലത്തും ഉള്ളതിനനുസരിച്ചിട്ട് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ വീണ്ടും കഴുത്തിലേക്ക് പോയാല് സെർവിക്കൽ ലിംഫ് നോഡ്സിന്റെ ധാരാളം പ്രാവശ്യം പറഞ്ഞു. അത് ബോൺ ആയാലും മസിൽ ആയാലും ഇവിടെ ഗ്ലാൻഡിന്റെ കാര്യം പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇന്റലക്ച്വൽ സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഒരാളുടെ സെർവിക്കൽ നോഡ്സ് എൻലാർജ്ഡ് ആണ്. പണ്ടൊക്കെ അത് TB ആണെന്ന് പറയും. കഴുത്തിൽ മുഴയുണ്ടോ അത് തീർച്ചയായിട്ടും സെൽഫ് ഡിവാലുവേഷൻ ആണെന്ന് പറയാം. കാഷ്വലായിട്ട് പെട്ടെന്ന് ഓർത്തപ്പോൾ പറയട്ടെ, കേരളത്തിൽ ഒരു മന്ത്രിയുടെ കഴുത്തുളുക്കി. അതിന്റെ കാരണം GNM പഠിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് ഞാൻ പറയാനായിട്ട് ധൈര്യപ്പെടുക. എല്ലാവർക്കും അറിയാം സംഭവം. കേരളത്തിലുള്ളവരാണ്, മലയാളികളാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഒരു മന്ത്രിയുടെ കഴുത്തുളുക്കിയെങ്കിൽ അത് സെർവിക്കൽ റീജിയൻ ആണ്. അപ്പൊ അതാണ് ഇന്റലക്ച്വൽ സെൽഫ് ഡിവാലുവേഷൻ ആണ്. ആരും അറ്റാക്ക് ചെയ്യേണ്ട. She herself felt that I am not competent. My value inside. ആർക്കും അറിയത്തില്ലാത്ത എന്റെ സെൽഫ് ഡിവാല്യൂ വളരെ കുറവാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായതിന്റെ പേരിലാണ് കഴുത്ത് ഉളുക്കിയത്. അത് GNM പഠിച്ചവർക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞു, നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരും ഒക്കെ മരിച്ചപ്പോഴും സ്ഥലം വിട്ടപ്പോഴൊക്കെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് GNM പഠിക്കാതെ നമുക്ക് ഒരു രോഗത്തെക്കുറിച്ച് അറിയത്തില്ല. നമ്മൾ ഇതൊക്കെ വളരെ പോപ്പുലർ ആയതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നതുകൊണ്ട് ഞാനിത് കാഷ്വലായിട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആക്സിലറി ലിംഫ് നോഡ്സ് അല്ലെങ്കിൽ കക്ഷത്തില് ഉള്ള ലിംഫ് നോഡ്സ്, ദാറ്റ് ഇസ് ഓൾ അബൌട്ട് എ റിലേഷൻഷിപ്പ്. റൈറ്റ് സൈഡ് ആണെങ്കിൽ ഐ ലോസ്റ്റ് അല്ല ഐ മേ ലൂസ് മൈ റിലേഷൻ, എന്റെ റിലേഷൻ വിത്ത് ഹസ്ബൻഡ്, പാർട്ട്ണർ. ലെഫ്റ്റ് സൈഡ് വിത്ത് മദർ ഓർ ചൈൽഡ്, ആ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടാണ്. അതുപോലെ തന്നെ വയറിലാണെങ്കിൽ ദാറ്റ് ഈസ് മോസ്റ്റ് കോമൺലി അത് മിക്കവാറും റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻസർ ഡയഗ്നോസിസ് ആണ്. ഒരാൾ പറയുകയാണ് എനിക്ക് ലിവർ ക്യാൻസർ ആണ്, അല്ലെങ്കിൽ സ്റ്റൊമക് ക്യാൻസർ ആണ്, അല്ലെങ്കിൽ ഈ വിസറൽ ക്യാൻസർ ആണെങ്കിലും അങ്ങനെ ഒരു ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വാല്യൂ പോയില്ലേ, ഇനി എന്തിനാ ഞാൻ ജന്മം എന്നൊക്കെ ചിന്തിച്ചു കഴിയുമ്പോഴാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി അബ്ഡോമിനൽ വിസറൽ കേസസിലും വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ ഡയഗ്നോസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി ഇൻഗ്വനൽ റീജിയനിലേക്ക് വരുമ്പോൾ, കാരണം ഈ ഭാഗത്തുള്ള ഗ്ലാൻസ് സോളനായിട്ട് വിത്തൗട്ട് എനി റീസൺ വരുമ്പോഴത്തേക്ക് ഓർത്തോളൂ, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സെക്ഷുവാലിറ്റി ഓർ ഓൾസോ റിലേറ്റഡ് ടു എൻഡ്യൂറൻസ്. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ ഹിപ്പ് ജോയിന്റിന്റെ കോൺഫ്ലിക്റ്റ് നിങ്ങൾ പിന്നീട് പഠിക്കും. ബോൺ ടിഷ്യൂ പഠിച്ചപ്പോൾ പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് എൻഡ്യൂറൻസ്. ഐ കനോട്ട് ബെയർ ദി വെയിറ്റ്. എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാണ് ഭാരമെന്ന്
ഒരാൾക്ക് തോന്നുന്ന സമയത്താണ് എൻഡ്യൂറൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് രണ്ടും കൂടെ വരുന്ന ഭാഗമാണ്. സെക്ഷലി ഐ ആം നോട്ട് കോമ്പറ്റന്റ്, എന്റെ സെൽഫ് ഡീവാലുവേഷൻ കുറവാണെന്ന് തോന്നിയാലും ഇൻഗ്വിനൽ ഗ്ലാൻസ് സോളൻ ആകാം. നമ്മൾ ഇതുവരെയും ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ പഠിച്ചിരുന്ന ഇത് ഇങ്ങനെ ഇൻഫെക്ഷൻ ആണ്, രോഗാണു വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്, ബ്ലഡ് വെസൽസിലൂടെ അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിലൂടെ ഇൻഗ്വിനൽ ഗ്ലാൻസിൽ ഇൻഫ്ലമേഷൻ വരുവാണെന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഇതൊന്നുമല്ല ശരിയെന്ന് GNM പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ലിംഫ് നോഡ്സ് ഇൻഫെക്ഷൻ ഇല്ല, ലിംഫ് നോഡ്സിലൊന്നും ബാക്ടീരിയ വന്നിട്ടല്ല അവിടെ സ്വെല്ലൻ ഗ്ലാൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് ഡ്രെയിനേജ് തന്നെയാണ്, പക്ഷെ സെൽഫ് ഡീവാലുവേഷൻ ആണ് അതിന്റെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ്. അപ്പോൾ കൺവെൻഷണൽ മെഡിസിൻ എന്ന് നമ്മൾ വിളിക്കുന്ന, അലോപ്പതി എന്ന് നമ്മൾ വിളിക്കുന്ന ശാസ്ത്രവും GHKയും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും പോകരുത്. ഒരു ക്യാൻസറുമല്ല, ലിംഫ് ഗ്ലാൻഡ് മെറ്റാസ്റ്റേസിസും അല്ല, മെറ്റാസ്റ്റാറ്റിക് ലിംഫ് ഗ്ലാൻസ് അല്ല, ഇതെല്ലാം സെക്കൻഡറി ടു ദി ഡയഗ്നോസ് ഓഫ് ക്യാൻസർ ആണ്. ഇറ്റ്സ് ഓക്കെ. ബട്ട് ലിംഫാറ്റിക് ഡ്രെയിനേജ് അല്ലെങ്കിൽ ഇതിലൂടെ ക്യാൻസർ സെൽസ്, കഴിഞ്ഞ ദിവസം ഡോക്ടർ ശശി പറഞ്ഞ പോലെ ഒരു പ്രത്യേക ടിഷ്യൂവിലുള്ള ക്യാൻസർ ഒരിക്കലും വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് ഒറിജിൻ ആയിട്ടുള്ള ടിഷ്യൂവിലേക്ക് പോയി അവിടെ ഗ്രോ ചെയ്യത്തില്ല. ഇനി ലിംഫ് ഇഡിമ എന്ന് പറയുന്നത് നിങ്ങൾ ധാരാളം കണ്ടിട്ടുള്ള കാര്യം. ഇത് രാം പിറ്റിലുള്ള അല്ല ആക്സിലറി ലിംഫിനോടാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. ഇഫ് ഹി ഓർ ഷീ he is a right-handed male, റൈറ്റ് സൈഡിലാണെങ്കിൽ ഹിസ് പാർട്ട്ണർ ആണ്. ടക്ക് ഇൻ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല, എന്റെ റിലേഷൻഷിപ്പ് ഡിവാലുവേഷൻ ആണ് അതിന് കാരണം. ഇത് സെർവിക്കൽ നോഡാണ്, അപ്പം എന്റെ ഇന്റലക്ച്വൽ സെൽഫ് ഡിവാലുവേഷൻ ആണ് അതിന് കാരണം. ഇത് ലിംഫിഡിമ എന്ന് വളരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നതാണ്. ഇങ്ങനെ ഒരു കാല് കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മന്ത് രോഗമാണെന്ന് എഴുതി തള്ളുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജനിച്ചതും വളർന്നതും ഒക്കെ. ഇത് മന്ത് എന്ന് പറയുന്നത് കൊതുക് കുത്തുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് GHK വളരെ തറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. കാരണം ഇതുപോലെയുള്ള മന്ത് രോഗം ധാരാളം പേര് പല രാജ്യങ്ങളിലുണ്ട്. അവർക്ക് അവരുടെ എല്ലാം കാരണങ്ങൾ ഇത് എന്താണ് ആ ലിംബ് ചെയ്യുന്ന ഡ്യൂട്ടി ആ ചെയ്യാനായിട്ട് അവർക്ക് സെൽഫ് ഡീവാലുവേഷൻ വരും. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡഡ്, റൈറ്റ് ഹാൻഡഡ് വരും. ഐ കാനോട്ട് റൺ, ഐ കാനോട്ട് മൂവ്, ഇങ്ങനെയുള്ള സെൽഫ് ഡീവാലുവേഷൻ എന്താണോ ലെഗ് റിലേറ്റഡ് ആയിട്ടുള്ള സെൽഫ് ഡീവാലുവേഷൻ അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതുപോലെയുള്ള ഒരു നീര് വരണമെങ്കിൽ ദാറ്റ് പേഷ്യൻ ഷുഡ് ഫീൽ ഒറ്റപ്പെട്ടതായിട്ടുള്ള തോന്നൽ, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, എക്സിസ്റ്റൻസ് കോൺഫ്ലിക്ട്, അല്ലെങ്കിൽ സിൻഡ്രോം എന്നൊക്കെ പറയും. ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആണ്, വാട്ടർ അക്യുമുലേഷൻ ആണ്. അപ്പൊ അത് ആ ആൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്ന ആ സാഹചര്യത്തിലാണ് അത് കൂടുതലായിട്ടുള്ളത്. ഫിസിക്കൽ പെർഫോമൻസ് ആണ് ലെഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പോപ്ലിറ്റിയൽ ഫോസയിലുള്ള ഗ്ലാൻസ്, നീ ജോയിന്റിന്റെ ബിഹൈൻഡ്, അവിടെയുള്ള ഗ്ലാൻഡിന്റെ ഒക്കെ ജോലി നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് എനിക്ക് കോമ്പറ്റന്റ് അല്ല, എനിക്ക് സെൽഫ് ഡീവാലുവേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഗതികൾ വരാം. അപ്പോൾ വീണ്ടും ഇവിടെയും കോൺഫ്ലിക്റ്റ് സെയിം ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ ഹീൽ ചെയ്യുന്ന സമയത്താണ്, ഇറ്റ്സ് ഓൾറെഡി ഹീൽഡ്. അപ്പൊ ഹീൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പെരിയോസ്റ്റിയം വിട്ടു, അതുകൊണ്ട് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി അല്ല, ഇത് ഹീലിംഗ് ഫേസിലാണ് ഈ പറയുന്ന ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉള്ളത്, ഇഡിമയുള്ളത്, സ്വെല്ലിംഗ് ഉള്ളത്. അവിടെ ലിംഫ് ഡ്രെയിനേജ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ബ്ലോക്കേജും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതൊരിക്കലും ലിംഫോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ആയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറെ ഏതെങ്കിലും ഭാഗത്താണെങ്കിൽ അത് ക്യാൻസർ ആയേക്കാം. നേരത്തെ നമ്മൾ ആക്സിലറി ഗ്ലാൻഡ് കണ്ടു, അല്ലെങ്കിൽ അവിടെ ആക്സിലറി ലിംഫോമ കണ്ടു, അതിന് ഉടനെ പല പേരുകളും കൊടുത്ത് നോൺ ഹോജ്കിൻസ് ലിംഫോമ, ഹോജ്കിൻസ് ലിംഫോമ, ലിംഫോമ, മലിഗ്നന്റ് ലിംഫോമ, ലിംഫോസാർക്കോമ, ഇങ്ങനെ ധാരാളം പേരുകളിൽ ക്വസ്റ്റ്യൻ, കൊറി മാർക്ക്, ഇത് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. കൃത്യമായ ഡയഗ്നോസിസ് ഒന്നുമില്ല. നാളെ കേസിൽ ഒരു ധാരാളം ഡയഗ്നോസിസ് വന്നിരിക്കുകയാണ്. കാരണം they are all misinterpreting hammer focus, they are misinterpreting the healing fluid happening in the brain. എല്ലാം മെഡിക്കേഷൻ ചെയ്ത്, അതും ഡോക്ടർ ഹാമർ പറഞ്ഞിട്ടുണ്ട്, വളരെ ഡീപ്പായിട്ടുള്ള മെഡിക്കേഷൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അനദർ കോൺഫ്ലിക്റ്റ്. അതുകൊണ്ട് ഈ മെഡിക്കേഷൻ എല്ലാം വീണ്ടും ബ്രെയിൻ പ്രഷർ കൂട്ടിക്കൊണ്ട് ആ രോഗിയുടെ മാനസികാവസ്ഥ, വാക്കബിൾ ആയിട്ടുള്ള എബിലിറ്റി അതെല്ലാം ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലിംഫോമയെ പലപ്പോഴും ക്യാൻസർ ആയിട്ട് മിസ് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. പലപ്പോഴും ഇപ്പൊ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ്, ബ്ലഡ് ടെസ്റ്റ്, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് പലപ്പോഴും പലർക്കും സെൽഫ് ഡീവാലുവേഷൻ ഉണ്ടാകും. അപ്പൊ അതിനെ നമ്മൾ ട്രോമ റിലേറ്റഡ്, പല ഭാഗത്തും കുത്തിയെടുത്ത് പരിശോധനകളൊക്കെ വരുന്നതാണ് വേറൊരു സെൽഫ് ഡീവാലുവേഷന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി നമുക്ക് സ്പ്ലീൻ എന്ന് പറയുന്ന
ഒരു ലിംഫാറ്റിക് ഗ്ലാൻഡ് തന്നെയാണ്, അല്ലെങ്കിൽ ലിംഫിനോട് തന്നെയാണ്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, സ്പ്ലീനിനെ ഏറ്റവും വലിയ ലിംഫ് ഗ്ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ലൊക്കേഷൻ ഡോക്ടർമാർക്ക് അറിയാം. അത് അപ്പർ അബ്ഡോമിനിലാണ്, ലെഫ്റ്റ് സൈഡാണ്, ബിഹൈൻഡ് ദി സ്റ്റൊമക്, ബിഹൈൻഡ് ദി അല്ലെ ബിലോ ദി ലിവർ ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ്. അവിടെ നമ്മൾ പടം ഉണ്ട്. ഇതെല്ലാം സെൽഫ് ഡീവാലുവേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ കൊതുക് കുത്തിയതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സ്പ്ലീനിലേക്ക് വരുമ്പോൾ അതിന്റെ ലൊക്കേഷൻ അവിടെ കണ്ടുണ്ട്. അതായത് പാങ്ക്രിയാസിന്റെ എബോവ് ആയിട്ട്, സ്റ്റൊമക്കിന്റെ ബിലോ ആയിട്ട്, ഡിയോഡിനത്തിന്റെ ഓപ്പോസിറ്റിൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ അവരുടെ ഒരു കിഡ്നി ഷേപ്പ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് സ്പ്ലീൻ. അപ്പൊ അത് നിങ്ങൾക്ക് പടത്തിൽ നിന്ന് കാണുന്ന പോലെ അതിന്റെ കളറ് ഓറഞ്ചാണ്. സെറിബ്രൽ മെഡുല ആണ് അതിന്റെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ഏരിയ എത്ര എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ പടത്തിൽ കാണുന്ന പോലെ ഒരു സിംഗിൾ, കാരണം അതൊരു സിംഗിൾ ഓർഗൻ ആണ്, അത് പ്ലേസ്ഡ് ഇൻ ദി ലെഫ്റ്റ് സൈഡ് ആണ്. അതുകൊണ്ട് റൈറ്റ് സൈഡ് ഓഫ് ദി നമ്മുടെ ഈ പറയുന്ന ഇമേജ് കാണുന്ന സിംഗിൾ കോൺസെൻട്രിക് സർക്കിൾ ആയിട്ട് കാണുന്നതാണ് സ്പ്ലീനിന്റെ കൺട്രോളിങ് സെന്റർ. ഒരു സ്പ്ലീൻ വലുതായാൽ, ഇത് ഞാൻ ഈ പടം ആദ്യം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു തൈ ആണോ, ഒരു 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 നീ ജോയിന്റ് ആണോ എന്നൊക്കെ വിചാരിക്കും. ദിസ് ഈസ് ഓൾ അബൌട്ട് അബ്ഡോമൻ. അബ്ഡോമിനായിട്ട് ഒരു സോളൻ ആയിട്ടുള്ള സ്പ്ലീൻ ആണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പൊ സ്പ്ലീനിന്റെ എൻലാർജ്മെന്റ്, സ്പ്ലീനോമെഗലി എന്നൊക്കെ പറയും. അതിന്റെ കോസേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കണം, എങ്കിലേ നമ്മുടെ GNM പഠനം പൂർണ്ണമാകും. അപ്പൊ സ്പ്ലീൻ എന്ന് പറയുന്ന ലൊക്കേഷൻ ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പർ അബ്ഡോമിനിലാണ്, ബിലോ ദി ഡയഫ്രം ആണ്. അതിന്റെ റോൾ, അതിന്റെ ഫങ്ഷൻ, അതിന്റെ ബ്ലഡ് ഫിൽട്രേഷൻ, അല്ലെങ്കിൽ അതിലേക്ക് ഈ അക്യുമുലേഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ, എന്താണ് അങ്ങോട്ടേക്ക് വരുന്നത്, ഡ്രെയിനേജ് വരുന്നത്, ഞാൻ പറഞ്ഞു ലിംഫ് ഡ്രെയിനേജ്. അതിന് കൂടെ ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷനിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു 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 ഫങ്ഷനും ചെയ്യുന്ന ഒരു അവയവമാണ്. അപ്പൊ ബ്ലഡ് ഫിൽട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ബ്ലഡ് ഫിൽട്രേഷനും അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിന്റെ വളരെ പ്രധാനപ്പെട്ട സ്റ്റോറേജ് ഏരിയയും കൂടിയാണ്. അപ്പം എവിടെയെല്ലാം നമ്മൾ ഇനി അത് പഠിക്കും, പ്ലേറ്റ്ലെറ്റ്സിന്റെ കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ ബ്ലീഡിങ് കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ ബ്ലഡ് കോൺഫ്ലിക്ട് എന്നൊക്കെ പറയുന്ന, ഒരാൾക്ക് അല്ലെങ്കിൽ റീസൺ ഇല്ലാത്ത ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കും. മേ ബി ആൻ ഇഞ്ചുറി, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഡിസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലഡ് തിന്നർ കഴിച്ചിട്ട് ബ്ലഡ് നിൽക്കാതെ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഫ്യൂസ് മെൻസ്ട്രുവേഷൻ ആയിരിക്കാം. ഏത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതിനെ നമുക്ക് ബ്ലഡ് കോൺഫ്ലിക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ എന്താണ് ഈ അവയവം ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ്ലി ബ്ലഡിന്റെ ഫിൽട്രേഷന് വേണ്ടിയിട്ട് ബ്ലഡിനെ പെരിഫറിയിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ അവിടെ പ്ലേറ്റ്ലെറ്റ്സും സ്റ്റോറേജ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ഡെങ്കു ഫീവറിലൊക്കെ നമ്മൾ കാണുന്നത് പലപ്പോഴും ത്രോംബോസൈറ്റോപീനിയ, അല്ലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് വളരെ ഡൗൺ ആയി, അതായത് 1.4 lakhs ഒക്കെ വേണ്ട, അല്ലെ 2 lakhs വരെയൊക്കെ പോകാവുന്ന പ്ലേറ്റ്ലെറ്റ്സ് ഡൗൺ ആയി തൗസൻഡ്സിലേക്ക് വരുന്നു, അല്ലെങ്കിൽ 10,000 ഉള്ളൂ, 40,000 ഉള്ളൂ, 50,000 ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ത്രോംബോസൈറ്റോപീനിയ എന്നുള്ളത്, അത് എന്തുകൊണ്ടാണ് ഡെങ്കു രോഗവുമായിട്ട് ബന്ധപ്പെട്ടത്? ഡെങ്കു എന്ന് പറയുന്നത് ഒരു മോസ്കിറ്റോ കുത്തിയിട്ടുണ്ടാകുന്നതാണല്ലോ കൺവെൻഷൻ. അതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് നമ്മൾ GNM-ൽ പഠിക്കുന്നത്. ഒരു വ്യക്തിക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയാൽ, എല്ലാവരും പോകാറില്ലല്ലോ, പോയാൽ അയാൾക്ക് ത്രോംബോസൈറ്റോപീനിയ കണ്ടുപിടിച്ചാൽ ഉടനെ ഡിക്ലെയർ ചെയ്യുവാണ് കൺവെൻഷണൽ മെഡിസിൻ, ഇത് കൊതുക് പിടിച്ചിട്ട് തന്നെയാണ്, ഡെങ്കു വൈറസിനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റത് കൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നും ആകണമെന്നില്ല, സെൽഫ് ഡീവാലുവേഷൻ മതി എന്നാണ് GNM നമ്മളോട് പറയുന്നത്. വളരെ ശരിയാണെന്ന് നിങ്ങൾക്ക് ഇനിയുള്ള കാലത്തെങ്കിലും നിങ്ങളുടെ അടുത്ത് വരുന്ന ഡെങ്കു ഫീവറിനെയും ഡെങ്കു പേഷ്യൻസിനെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ആസ്ക്, എന്താണ് നിങ്ങളുടെ സെൽഫ് ഡീവാലുവേഷൻ. മേ ബി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ ഒരു ബ്രദറിന്റെ മകനൊക്കെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ അത് അനലൈസ് ചെയ്തത്, അവന് കോളേജിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അടിച്ചു പൊളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവന്റെ സെൽഫ് ഡീവാലുവേഷനാണ്, ഓ എനിക്ക് പനി പിടിച്ചു. പനിയുടെ കോസ് വേറെ ആയിരിക്കും, പക്ഷെ അതിന്റെ കൂടെ ഡെങ്കുവും കൂടെ വരുമ്പോഴത്തേക്കും അവന്റെ സെൽഫ് ഡീവാലുവേഷൻ ആണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ ബ്രെയിൻ കൺട്രോളിംഗ് സെന്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഷെയർ ചെയ്യുന്നത് നിർത്തുവാണ്. ഓക്കെ, അപ്പം റൈറ്റ് ഹെമിസ്ഫിയർ കൺട്രോൾ, ലെഫ്റ്റ് ഹെമിസ്ഫിയർ കൺട്രോൾ, ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഹിയർ ഓൾസോ. അപ്പോൾ ഡയറക്റ്റ് ഓർഗൻ റിലേ ക്രോസ് ഓവർ, അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. മീസോഡേം ഒറിജിൻ ആണ്, ന്യൂ മീസോഡേം ഒറിജിൻ ആണ്. അതുകൊണ്ട് തന്നെ കൺട്രോൾഡ് ബൈ ദി സെറിബ്രൽ
മെഡുലയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. ഇനി എന്താണ് ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്പ്ലീൻ ആണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇപ്പൊ സ്പ്ലീനിന്റെ കോൺഫ്ലിക്റ്റ് എന്താണ്? അതിന്റെ നമ്മൾ സെൽഫ് ഡിവാലുവേഷൻ വിട്ടു. കാരണം വെസൽസ്, ലിംഫാറ്റിക് വെസൽസിൻ്റെത് ബിക്കോസ് ഇറ്റ് ഈസ് മീസോഡൻ ഡിറൈവ്ഡ് ആണ്, അതിന്റെ എല്ലാം സെൽഫ് ഡിവാലുവേഷൻ തന്നെയാണ്. പക്ഷെ സ്പ്ലീനിലേക്ക് വരുമ്പോൾ അതിന്റെ കോൺഫ്ലിക്റ്റ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി നമുക്ക് ബ്ലീഡിങ് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. അത് സെൽഫ് ഡിവാലുവേഷൻ തന്നെയാണ്, പക്ഷെ ഐ ലോസ്റ്റ് മൈ ബ്ലഡ്, ഐ ആം ലൂസിങ് മൈ ബ്ലഡ്, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു മെൻസ്ട്രുവേഷൻ ഉണ്ടായി, അല്ലെ ഹെവി ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായി, എന്റെ ബ്ലഡ് ഒത്തിരി നഷ്ടപ്പെട്ടു, അല്ലെ ഐ ഹാഡ് ടു ലൂസ് മൈ ബ്ലഡ്, അല്ലെ ബ്ലഡിന്റെ ക്വാളിറ്റി കുറഞ്ഞായിട്ട് ആ പേഷ്യന്റ് തരുന്നത്. ഇതെല്ലാം സെൽഫ് ഡിവാലുവേഷൻ കം അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ട് നമുക്ക് ഈ ബ്ലീഡിങ് കോൺഫ്ലിക്റ്റ് അല്ലെ ഇഞ്ചുറി കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയാവുന്ന കോൺഫ്ലിക്റ്റും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഉണ്ടാവുക. അത് പലപ്പോഴും സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഇഞ്ചുറി കൊണ്ടാവാം, അല്ലെങ്കിൽ ഹെവി, ഞാൻ ഈ പറഞ്ഞ പീരീഡ്സ് ഉണ്ടാവാം, ഡിസ്ട്രെസ്സിങ് ബ്ലഡ് റിസൾട്ട്സ്. അപ്പൊ ബ്ലഡ് പരിശോധിക്കാൻ കൊടുത്തു, വല്ലാത്ത റിപ്പോർട്ടുകളാണ്. നിങ്ങൾക്ക് ക്ലോട്ടിങ് ടൈം വളരെ പുവറാണ്, നിങ്ങളുടെ ബ്ലീഡിങ് ടൈം വളരെ കൂടുതൽ, ഇങ്ങനെയുള്ള റിപ്പോർട്ടെല്ലാം കിട്ടുന്നത് അന്നേരം മുതൽ ആദ്യം പിടിക്കുന്ന ധാരാളം രോഗികളുണ്ട്. എന്താ ഡോക്ടർ, എന്റെ ബ്ലഡ് പാക്കേജ് വോളിയം എന്തൊക്കെയോ ഉണ്ടല്ലോ, ESR, അയ്യോ ESR വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസംസ് വളരെ പൂവറാണ്, അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലാം നിങ്ങൾക്ക് കുറവാണ്. ഇതിങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ കേട്ടിട്ട് ഒരു രോഗി കോൺഫ്ലിക്റ്റഡ് ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ബ്ലഡ്. അതുകൊണ്ട് ബ്ലഡ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ബ്ലീഡിങ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ ഇഞ്ചുറി കോൺഫ്ലിക്റ്റ് എല്ലാം ആ രോഗിക്ക് വരാം. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഒന്നും ഇൻഫെക്ഷൻ ഇല്ല, ഒന്നും മോസ്കിറ്റോ കുത്തിയിട്ട് ഒരാൾക്ക് ഈ പറയുന്ന രോഗങ്ങൾ സ്പ്ലീനോമെഗാലിയും ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയത്തില്ല എന്നെങ്കിലും GNM പഠിക്കുന്ന സ്റ്റുഡൻസ് ആയ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ത്രോംബോസൈറ്റോപീനിയ അതിന്റെ സൈഡ് ഇഫക്ട്സ് ആണ്. കാരണം പലപ്പോഴും കാരണം അറിയാമല്ലോ, ത്രോംബോസൈറ്റ്സ് ഉണ്ടാക്കുന്ന ബ്ലഡ് റെഗുലേഷനില് ബോൺ മാരോയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സും ലോ നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ത്രോംബോസൈറ്റോപീനിയ എന്നുള്ള ഡയഗ്നോസിസ്. ഈ ഡയഗ്നോസിസ് പോലും പിന്നെയും അതിൻ്റെ അകത്ത് ഹാങ്ങിങ് ഹീലിംഗ് അല്ലെ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത. അപ്പോൾ മേ ബി എ സിമ്പിൾ ബ്രൂസ്, ഒരു ഒരഞ്ഞതാകാം, റോഡിൽ കൂടെ ഒരു സ്ട്രീറ്റ് ഇഞ്ചുറി അല്ലെങ്കിൽ ആക്സിഡന്റ്, ഇതെല്ലാം നമുക്ക് വരാം. അല്ലെങ്കിൽ ബ്ലീഡിങ് ടെൻഡൻസിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ എന്താണ് സംഭവിക്കുന്നത്? നെക്രോസിസ് ആണ്. ഇപ്പൊ ബ്ലഡ് വെസൽസ് സ്പ്ലീനിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം ആദ്യമേ വരുന്നത് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ അല്ലെ നെക്രോസിസ് ആണ്. അതായത് ഇൻസൈഡ് ദി സ്പ്ലീൻ ദെർ വിൽ ബി സ്മോൾ പോക്കറ്റ്സ് ഓഫ്, അല്ലെങ്കിൽ ഹോൾസ് എന്ന് പറയാം, ദ്വാരങ്ങൾ, സുഷിരങ്ങൾ വീണിട്ട് അതെല്ലാം സ്പ്ലീനിന്റെ അകത്തുണ്ടാകുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഇമ്മീഡിയറ്റ്ലി പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം അബ്സോർബ് ചെയ്യുക, സ്റ്റോറേജ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ആണ് അവിടെ ഫിൽറ്റർ ചെയ്യുന്ന, ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അവിടെയെല്ലാം സർക്കുലേഷനിൽ നിന്നും ഈ പ്ലേറ്റ്ലെറ്റ്സിനെ എല്ലാം ഡ്രോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വലിച്ചെടുക്കുമ്പോൾ സർക്കുലേഷനിൽ നിങ്ങളുടെ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട്, കാരണം സർക്കുലേഷനിലാണ് നമ്മൾ ബ്ലഡ് പരിശോധിക്കുന്നത്, അല്ലെ ബ്ലഡ് വെയിൻസിൽ നിന്ന് ഡ്രെയിൻ ചെയ്തിട്ടാണ്, ഡ്രോ ചെയ്തിട്ടാണെങ്കിലും പരിശോധിക്കുമ്പോൾ റിസൾട്ട് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു only your thrombocyte count is low, platelets count is very low എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നതിന്റെ കാര്യങ്ങൾ ഇതാണ് എന്ന് മനസ്സിലാക്കുക. സെൽഫ് ഡിവാലുവേഷൻ കണ്ടുപിടിക്കുക, അതിനെ ഓവർകം ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ബി ബാക്ക് ടു നോർമൽ ലെവൽ ഓഫ് ത്രോംബോസൈറ്റ്സ്. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഹോസ്പിറ്റലിൽ ആന്റിബയോട്ടിക്സും കുറേയേറെ പാരസെറ്റമോളും കഴിച്ചിട്ട് ആരുടെയും ത്രോംബോസൈറ്റ്സ് പഴയ ലെവലിലേക്ക് വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഹോസ്പിറ്റലിൽ നടക്കുന്നതൊക്കെ ഈ പറയുന്ന വകുപ്പിൽപ്പെടുത്തിയാൽ മതി. ഞാൻ വീണ്ടും ഇത് പറഞ്ഞ് നമ്മുടെ സെഷൻ മോശമാക്കത്തില്ല. അപ്പൊ ബ്ലീഡിങ് റിസ്ക്, ബ്ലീഡിങ് ടെൻഡൻസി, ഇതെല്ലാം വളരെ ചിലർക്ക് ബ്ലഡ് ഷുഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്റെ ബ്ലഡിന്റെ അകത്ത് മുഴുവൻ പഞ്ചസാരയാണെന്നുള്ള തോന്നൽ പോലും ഒരു ബ്ലഡ് കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെ ബ്ലീഡിങ് കോൺഫ്ലിക്റ്റ് ആണ്. അല്ലെങ്കിൽ എന്റെ ബ്ലഡിൽ മുഴുവൻ പഞ്ചസാരയാണ്, അങ്ങനെ ഒരു വിചാരം കയറി കഴിഞ്ഞാൽ തന്നെ എന്റെ ബ്ലഡ് ഇമ്പ്യൂർ ആണെന്നുള്ള തോന്നൽ വരാം. ഇതും ഒരു ബ്ലഡ് കോൺഫ്ലിക്റ്റ് ആയിട്ട് ഒക്കെ വരാം. അപ്പൊ ഇത് ഹീൽ ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ബ്ലഡ് അല്ലെ സെല്ല് പ്രോളിഫറേഷൻ നടക്കുന്നത്. അങ്ങനെയാണ് സ്പ്ലീനോമെഗലി ഉണ്ടാകുന്നത്. അപ്പൊ സ്പ്ലീനോമെഗലി അല്ലെ സ്പ്ലീനിന്റെ എൻലാർജ്മെന്റ് സംഭവിച്ചാൽ നമ്മൾ ഓർത്തുകൊള്ളുക, ആ രോഗി ഓൾറെഡി ഹീൽഡ് ആണ് അല്ലെങ്കിൽ ഹീലായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്പ്ലീനോമെഗലി എന്ന് പറഞ്ഞാൽ സ്പ്ലീൻ ഹ്യൂജ്, ഞാൻ ആ അവസാനം കാണിച്ച പടത്തിൽ കാണിച്ചുള്ള ഹ്യൂജ് സ്പ്ലീൻ പാൽപ്പബിൾ ആണ്. നമുക്ക് എൻലാർജ്ഡ് സ്പ്ലീൻ മാത്രമേ പാൽപ്പബിൾ ഉള്ളൂ, അല്ലെങ്കിൽ വലിയ ഡിഫിക്കൽട്ട് ആണ് സ്പ്ലീനിനെ
പാൽപേറ്റ് ചെയ്യാനായിട്ട്. അപ്പം അവിടെ സ്പ്ലിനൈറ്റിസ് എന്ന് പറയുന്ന ഒരു സിംറ്റം, അത് ഇൻഫ്ലമേഷൻ ഒക്കെയാണ്, ശരി തന്നെയാണ്. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉള്ളതല്ല. അത് സിസ്റ്റ് ആണ്, അതായത് പോക്കറ്റ്സ്, റിസർവോയേഴ്സ് ഓഫ് ബ്ലഡ് അല്ലെ പ്ലേറ്റ്ലെറ്റ്സ്, അങ്ങനെയാണ് ഈ പറയുന്ന സ്പ്ലീൻ എൻലാർജ്മെന്റ് വരുന്നത്. ഞാൻ ഇന്ന് ചർച്ച ചെയ്ത ഒന്നും കോമൺ ആയിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്തോ വരുന്ന ഒരു രോഗങ്ങളുമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ GNM പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രോഗങ്ങളെയും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി വാട്ടർ റിട്ടൻഷൻ സിൻഡ്രോം, അതായത് നമുക്ക് ഈ എവിടെയെല്ലാം എൻലാർജ്മെന്റ് ഉണ്ടോ അവിടെയെല്ലാം വാട്ടർ അക്യുമുലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ വാട്ടർ അക്യുമുലേഷൻ ഒരു ഹീലിംഗ് മീഡിയമാണ്. അത് ഡോക്ടർ ഹാമർ മാത്രം പറഞ്ഞാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. ഹീലിംഗ് ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദി ഫ്ലൂയിഡ് മീഡിയം. അപ്പൊ വേറെവർ ദർ ഈസ് ഫ്ലൂയിഡ്, ദി ബോഡി ഈസ് ഹീലിംഗ് ദാറ്റ് പർട്ടിക്കുലർ പാർട്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി ചിലർക്ക് ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ഫ്രീക്വന്റ് ആയിട്ടോ, ചിലരോട് പറയുകയാണ് ആഴ്ച തോറും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓരോ പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ രോഗി കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആവുകയാണ്. അപ്പോൾ എങ്ങനെയാണത്? ഒരാൾക്ക് എയ്ഡ്സ് ഡയഗ്നോസ് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾക്ക് ലുക്കീമിയ ഡയഗ്നോസ് ചെയ്തു, അല്ലെങ്കിൽ അനീമിയ ഡയഗ്നോസ് ചെയ്തു. ഇതെല്ലാം ബ്ലഡ് ഡിസീസസ് ആണ്. അപ്പം എയ്ഡ്സ് എന്ന് പറയുന്നത് HIV പല മാനിഫെസ്റ്റേഷൻ ഉണ്ടെന്നാണ്. ഓപ്പർച്യൂണിസ്റ്റിക് ഡിസീസ് 50-ഓ 100-ഓ ഒക്കെ അവർ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനെ ഓപ്പർച്യൂണിസ്റ്റിക് ഡിസീസ് എന്നൊക്കെ പറയാം. അതെന്തെങ്കിലും ആകട്ടെ, അപ്പം ബ്ലഡ് പരിശോധിക്കണം എന്ന് ഒരു രോഗിയോട് കർശനമായിട്ട് പറയണം, എന്നും പരിശോധിക്കണം. ആശുപത്രി കിടക്കുന്ന രോഗികളോട് പിന്നെ പറയണ്ട, രാവിലെ മാഡം വരും, നേഴ്സ് വരും, പിന്നെ അത് സമയമാണ്, 8 മണിക്ക് ബ്ലഡ് കൊടുക്കുന്ന സമയമാണ്. അപ്പൊ രോഗി ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് ബ്ലഡ് കുത്താനായിട്ട് വരുന്ന സമയം. കാരണം ഇതൊക്കെ ഇതിന്റെ കൂടെ ഉള്ളതാണെന്ന് പാവപ്പെട്ട ജനങ്ങളെ വിശ്വസിപ്പിക്കും. ഇത് പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ ഈ രോഗിയിലുള്ളത് മുഴുവൻ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ബാക്കി പറയുന്നില്ല. അപ്പോ ഇപ്പോൾ സർജറി, ചിലപ്പോൾ ഡോക്ടർ ഹാമർ പോലും ഒരു സ്പ്ലീനെക്ടമി അല്ലെങ്കിൽ സ്പ്ലീനിനെ റിമൂവ് ചെയ്യുന്നതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ സോ ഹ്യൂജ്, അത്രമാത്രം മറ്റു ഫങ്ഷൻസ് അല്ലെ മറ്റു ഓർഗൻസിന്റെ ഫങ്ഷനെ ഹിൻഡർ ചെയ്യുമ്പോൾ, ഒബ്ലിട്രേറ്റ് അല്ലെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് സർജറി അനുവദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ദിസ് ഹ്യൂജ് സൈസ് simply means the patient is healing. So find out the self-devaluation conflict and try to help the patient by resolving his conflict. അങ്ങനെ നമുക്ക് ഈ പറയുന്ന സിറ്റുവേഷനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കോൺഫ്ലിക്റ്റ് വളരെ ഹീലിംഗ് അല്ല, വളരെ സിവിയർ ആണ്, പ്രൊലോങ്ഡ് ആണ് എങ്കിൽ മാത്രമാണ് ഡോക്ടർ ഹാമർ GHKയിൽ ഈ സർജറി ഓഫ് ദി ബിഗ് ലിംഫ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ സ്പ്ലീൻ തന്നെ റിമൂവ് ചെയ്യാനോ അനുവദിച്ചിരിക്കുന്ന സാഹചര്യം വളരെ കുറവാണ്. ഇനി നമ്മൾ ഓർക്കേണ്ട കാരണം എന്നാന്ന് വെച്ചാൽ, ഈ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട്, നിങ്ങൾ കുറച്ച് ദിവസം സമാധാനമായിട്ടൊന്ന് റെസ്റ്റ് എടുത്തിരുന്നാൽ മതി, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് ഓട്ടോമാറ്റിക്കലി ഹൈ ആകും. അതിന് നമ്മൾ ചില ഈ ഡെങ്കു എപ്പിഡമിക് ഒക്കെ ഉള്ളപ്പം നിങ്ങൾക്ക് പപ്പായയുടെ ഇല കഴിച്ചാൽ മതി, പപ്പായ വേവിക്കാതെ പച്ചയ്ക്ക് തിന്നാൽ മതി, ഇങ്ങനെ പലതും പറയുന്നു. ഇതൊന്നും കഴിച്ചില്ലെങ്കിലും പ്ലേറ്റ്ലെറ്റ്സ് പഴയ രീതിയിൽ വരും, പ്രൊവൈഡഡ് ഇതാണ് കണ്ടീഷൻ, സെൽഫ് ഡീവാലുവേഷനിൽ നിന്ന് ആ രോഗിയെ വിമുക്തമാകും. ആ രോഗിയുടെ ഏജും പ്രൊഫഷനും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ട് ഡിഫറെന്റ് സെൽഫ് ഡീവാലുവേഷൻ. അത് കണ്ടുപിടിക്കുക, എന്നാണ് നിനക്ക് പനി വന്നത്, അല്ലെങ്കിൽ എന്നാണ് നിന്റെ പ്ലേറ്റ്ലെറ്റ്സ് ടെസ്റ്റ് ചെയ്തത്, എന്നാണ് അത് കുറവായെന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ആ ടൈം ലൈൻ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനും രോഗിയെ സഹായിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ ഇത് അയ്യോ ഇതെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം ത്രോംബോസൈറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചോരയൊക്കെ അങ്ങ് വാർന്നു പോകും, ബ്ലഡ് ക്ലോട്ട് ചെയ്യണ്ടേ, അയ്യോ ത്രോംബോസൈറ്റോപീനിയ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ത്രോംബോസൈറ്റ്സ് അല്ലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് കുറവായതുകൊണ്ട് ക്ലോട്ടിങ് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട രോഗികളെ വീണ്ടും പേടിപ്പിച്ച് ഇതൊരു വലിയ ബിസിനസ് ആക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് ഒരു പ്രത്യേക ക്യാൻസർ ആയിട്ട് തന്നെ, അല്ലെ ബ്ലഡ് ക്യാൻസറിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന ത്രോംബോസൈറ്റോപീനിയ അല്ലെങ്കിൽ ത്രോംബോസൈറ്റ് ലുക്കീമിയ, ഇങ്ങനെ പല പേരും കൊടുത്ത് രോഗികളെ ക്യാൻസറിൽ പെടുത്തി ചികിത്സ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും കാഷ്വലായിട്ട് ഞാൻ പറയുകയാണ്. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ കുറച്ച് ദിവസം രോഗിയെ സമാധാനത്തിൽ വിടുക, എന്താണ് നിങ്ങളുടെ സെൽഫ് ഡീവാലുവേഷൻ കണ്ടുപിടിക്കുക, ഓട്ടോമാറ്റിക്കലി താഴെ പോയ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഓട്ടോമാറ്റിക്കലി ആദ്യം പോകുമ്പോൾ കുറച്ച് മുകളിലേക്ക് ചിലപ്പോൾ പോയേക്കാം, അതിനുശേഷം നോർമലായിട്ട് വന്നേക്കാം. അങ്ങനെ നോർമൽ ആകാത്ത ഒരു കാര്യവുമില്ല. ഇപ്പൊ സ്പ്ലീനിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടായിട്ട് ആ ബയോളജിക്കൽ പർപ്പസ് നമ്മൾ ഓർക്കണം. ജസ്റ്റ് ലൈക്ക് എനി അതർ മീസോഡെർമൽ ടിഷ്യൂ, ഇത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്പ്ലീൻ ഫംഗ്ഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹൈപ്പർ മെഗലി അല്ലെങ്കിൽ സ്പ്ലീനോ മെഗലി ഉണ്ടാകുന്നതും സ്പ്ലീൻ എൻലാർജ് സൈസ് ആകുന്നതും. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. ഇവിടെ ഇന്ന് ചർച്ച ചെയ്ത വിഷയങ്ങൾ 2-3 എണ്ണം
പെരിയോസ്റ്റിയം ആയാലും ലിംഫാറ്റിക് ഗ്ലാൻസ് ആസ് എ ഹോൾ ആയാലും അതിൻ്റെ അകത്ത് ലിംഫ് ഗ്ലാൻസ് ഒക്കെ വളരെ കോമൺ ആണ്. എന്നാൽ പോലും അതിന് വേണ്ട രീതിയിൽ അതിന്റെ സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമില്ലാത്ത കാര്യമാണ്. അത് GNM പഠിച്ച നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഒരു പരിധി വരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ അത് അപ്ലൈ ചെയ്യുക. അങ്ങനെ ധാരാളം പേരിൽ അത് എത്തട്ടെ. നിങ്ങൾ പഠിച്ചത് നല്ല തറവാക്കുക. അപ്രധാനമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. GSKയിൽ ഒരു ടോപ്പിക്കും അങ്ങനെയില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും ധാരാളം കേസസ് നമ്മളുടെ ക്ലിനിക്കിൽ വന്നുപോയി. കൃത്യമായിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ള ആ ഒരു കുറ്റബോധത്തോടു കൂടി വീണ്ടും അവശേഷിച്ചിരിക്കുന്ന കാലം ഭംഗിയായിട്ട് പഠിക്കാനും അത് രോഗികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ള അപേക്ഷയോടുകൂടി ഞാൻ ഇപ്പോൾ അത് എൻ്റെ ക്ലാസ് നിർത്തുകയാണ്. ഇത്രയും നേരം സഹകരിച്ച അല്ലെങ്കിൽ പങ്കെടുത്ത 18 പാർട്ടിസിപ്പൻസിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ ഡോക്ടർ അനീത കുറച്ച് സമയത്തേക്ക് പേഴ്സണൽ കാര്യത്തിൽ ഒരു പോയതാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഇവിടെയുണ്ട്, മിസ്റ്റർ ഡോക്ടർ അനിൽ കുമാർ. സലീം കുമാറിന്റെ ചോദ്യമുണ്ട്, അത് ചോദിച്ചോളൂ. സലീം കുമാർ വീഡിയോ ഓൺ ചെയ്താൽ വളരെ ഉപകാരം. ഒരു പേഷ്യന്റ് കാറ് ചെന്ന് ഇടിച്ചു. അതായത് അയാളുടെ ചെരുപ്പിന്റെ വള്ളി ആക്സിഡന്റ് കൊണ്ടിട്ട് ഉടക്കിപ്പോയി. പുള്ളി നോക്കിക്കൊണ്ട് നിൽക്കെ ചെന്ന് ഇടിച്ചു. സെർവൈക്കൽ വെർട്ടിബ്ര മുതൽ താഴോട്ട് ആള് പാരലൈസ്ഡായി പോയി. C3. അപ്പോൾ അയാളിപ്പോ കിടപ്പിലാണ്. നല്ല ബോധമൊക്കെ ഉണ്ട്. പക്ഷെ അയാൾക്കിപ്പോ രാത്രി ഫീവർ വരുന്നു ചെറുതായിട്ട് എല്ലാ ദിവസവും. ഇതിനെ നമ്മൾ GNMന്റെ ഒരു കാഴ്ചപ്പാട് ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും? ഡോക്ടർ, കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത 3 എക്സെപ്ഷൻസിൽ നമ്പർ 1 ആണ് ട്രോമ, ആക്സിഡന്റ്, ഇഞ്ചുറി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഇഞ്ചുറിയിൽ അത് ബാധിക്കുന്നില്ല. ഇനി അതല്ല, അത് സംഭവം 4 മാസമായി ഇതൊക്കെ കഴിഞ്ഞിട്ട് അയാള് നമ്മൾ പനിയിലേക്ക് തന്നെ വരാം. പനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്ന ഹീലിംഗ് ആണ്. ഹീലിംഗ് ഓഫ് വാട്ട് ടിഷ്യൂ? നമുക്ക് ഈ കേസിൽ നമുക്ക് ചോദിക്കാം വാട്ട് നോട്ട്? ഏത് ടിഷ്യൂ ആണ് ഇതിൽ ഇൻവോൾവ് അല്ലാതെ വരുന്നത്? കാരണം അയാൾ കിടക്കുമ്പോൾ എന്തെല്ലാം കോൺഫ്ലിക്റ്റുകൾ അയാൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയെല്ലാം ഹീലിംഗ് ഫേസിൽ വരുമ്പോഴാണ് അയാൾക്ക് പനി ഉണ്ടാകുന്നത്. അപ്പൊ ഏത് ടിഷ്യൂ ആണ്? എവിടെയെങ്കിലും ചെസ്റ്റ് പെയിൻ ഫോർ എക്സാമ്പിൾ, എനിക്ക് ചുമ വരുന്നു, ചുമയോടുകൂടി പനി വരുവാണെങ്കിൽ ബ്രോങ്കിയൽ മ്യൂക്കോസ പ്രോഗ്രാം ആണ്. മനസ്സിലായോ? അങ്ങനെ ഏത് ടിഷ്യൂ, അല്ലെങ്കിൽ ഗാസ്ട്രിക് കംപ്ലൈന്റ് ആണ്, അല്ലെങ്കിൽ അബ്ഡോമിനൽ കംപ്ലൈന്റ് ആണ്, ഇൻറ്റെസ്റ്റൈനൽ കംപ്ലൈന്റ് ആണ്, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പറയാം അയാൾക്ക് എന്തൊക്കെയോ, അയാൾ കിടപ്പിലായതിനു ശേഷം എന്തൊക്കെയോ ദഹിക്കാത്ത വിഷയങ്ങൾ അവിടെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല, ഇൻഡൈജസ്റ്റബിൾ മോർസൽ കോൺഫ്ലിക്ട്. അത് സാധാരണ പനി അത്ര ഇന്റൻസ് ആയിട്ട് ഉണ്ടാക്കത്തില്ല, കാരണം അത് എൻഡോഡേം ഡിറൈവ്ഡ് ടിഷ്യൂ ആണ്, ബ്രെയിൻ സ്റ്റെം കൺട്രോൾ ടിഷ്യൂ ആണ്. അവിടെ ഫീവർ അധികം വരുന്നില്ല. ഫീവർ വരുന്നത് എപ്പോഴും പെരിഫറൽ ആയിട്ടുള്ള ടിഷ്യൂസിനെ, ഫോർ എക്സാമ്പിൾ കൺട്രോൾഡ് ബൈ ദി സെറിബ്രൽ കോർട്ടെക്സ്, ഡിറൈവ്ഡ് ഫ്രം ദി എക്ടോഡേം, ഇങ്ങനെയുള്ള ടിഷ്യൂസിൽ ഉള്ള ബാക്ടീരിയ പ്രസൻസ് അവിടെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ ബാക്ടീരിയ അല്ല കോസ് ഓഫ് ദി ഫീവർ, അല്ല കോസ് ഓഫ് ദി ഹീലിംഗ് പ്രോഗ്രാം. ബാക്ടീരിയ ആർ ദെയർ ആസ് എ പാർട്ടിസിപ്പന്റ് ഓർ ഡെബ്രി എടുത്തു കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബാക്ടീരിയ ഉള്ളത്. അപ്പൊ ഏത് ടിഷ്യൂ ആണെന്ന് കൂടുതൽ പറയാതെ നമുക്ക് പനി എന്തുകൊണ്ടുണ്ടാവുന്നു മാത്രം പറയാം. ഒരു 100 വരെ എന്റെ നിർബന്ധം കൊണ്ട് 100 വരെയുള്ളതിൽ ഇപ്പൊ ഒരു പാരസെറ്റമോൾ കൊടുക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് അവർ 100 കൂടിക്കഴിഞ്ഞാൽ പാരസെറ്റമോൾ കൊടുത്ത് അതിന് കുറക്കാൻ ശ്രമിക്കില്ല. അതിനെ ഒഴിവാക്കണം എന്നാണോ? അത് അങ്ങനെയുണ്ടോ? GNM പ്രാക്ടീഷണർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 104 ആയാലും പാരസെറ്റമോൾ കൊടുത്ത് പനി കുറയ്ക്കാൻ പാടില്ല. 104 ആണെങ്കിൽ ദി ഹെൽത്ത് ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ ഈസ് സോ ഹൈ, സോ ഗുഡ് that body is able to manage that situation by the temperature. ആരാണ് പറഞ്ഞത്, നമ്മളോട് പഠിപ്പിച്ചത് പനി കുറയ്ക്കാനായിട്ട് മരുന്ന് കൊടുക്കണം എന്ന് പറയുന്നത്? വി ആർ ജസ്റ്റ് ലൈക്ക് അലോപ്പസ്. കൺവെൻഷണൽ മെഡിസിന്റെ എല്ലാ ലക്ഷ്യങ്ങളും ഒരു സിംറ്റത്തെ ഇല്ലാതാക്കാം. പനിയായാലും വേദനയായാലും സ്വെല്ലിംഗ് ആയാലും പെയിൻ ആയാലും ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അത് തന്നെ ഏറ്റെടുത്ത് ചെയ്യലല്ല നമ്മുടെ ഡ്യൂട്ടി. നമ്മുടെ മഹത്തായ ഡ്യൂട്ടി എന്തുകൊണ്ടാണ് പനി, എന്തുകൊണ്ടാണ് നീര്, എന്തുകൊണ്ടാണ് വേദന, എന്തുകൊണ്ടാണ് ഇമ്മൊബിലിറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ കോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം? ശ്രീകുമാർ ഡോക്ടർ, വെൽക്കം.
സാറേ, ഈ ഈ ബ്ലഡ് പ്രോട്ടോസോമൻ ഡിസീസസ് നമ്മുടെ അനിമൽസിൽ പൊതുവെ കാണാറുണ്ട്. അപ്പൊ അതിലെല്ലാം ഈ സ്പ്ലീനോമെഗാലി എന്നൊരു വിഷയവും അതുപോലെ തന്നെ അവർക്ക് പിന്നെ ഹെമച്യൂറിയ അങ്ങനത്തെ പ്രോബ്ലംസ് വരും. അപ്പൊ അവിടെ ഞാൻ അതിനെ ഒരു ഡിസ്കഷൻ വന്നപ്പം സെൽഫ് ഡിവാലുവേഷൻ എന്ന് തന്നെ പറഞ്ഞത്. അപ്പം അവിടെ ടിക്സ്, അതായത് ഈ ചെള്ള് വന്ന് കടിച്ചിട്ട് അതിനെ വിളിക്കുന്ന പേര് ടിക് ഫീവർ എന്നാണ്. അതായത് ചെള്ള് കടിച്ചിട്ടാണ് അത് വന്നതെന്നാണ്. അപ്പൊ അവിടെ ഇതെങ്ങനെ ഒന്ന് GNM-ൽ അതിനകത്ത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത് സാറേ? GNM-ല് പ്രോട്ടോസോവൽ, അതായത് ഓരോ ഓർഗാനിസവും മൈക്രോബ്സ്, they are not enemies. They will not invade the organism and cause disease. They are available. They can get into the system provided that particular tissue is less in its resistance. അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റഡ് ആയിട്ട് ആകുന്ന സമയത്ത് ഹീലിംഗ് സ്റ്റേജിൽ വരുന്നതാണ് ഇൻഫ്ലമേഷൻ. അവിടെയാണ് പ്രസൻസ് ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബ്സ് എനി ടൈപ്പ്. അത് ചിലപ്പം ഫംഗൈ ആയിരിക്കാം, ചിലപ്പോൾ അത് വൈറസ് ആയിരിക്കാം, അല്ലെങ്കിൽ മൈക്രോ ബാക്ടീരിയ ആവാം. ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണെങ്കിലും ദാറ്റ് ഈസ് ഹാപ്പനിങ് never as a causative organism. അതിന്റെ പ്രസൻസ് ഡസൻ മീൻ ദാറ്റ് ദേ ആർ ദി ഡിസീസസ്. അപ്പം ടിക്സ് ആയാലും അല്ലെങ്കിൽ ഈ ചെള്ളു കുത്തി, ഈച്ച കുത്തി, അല്ലെങ്കിൽ കൊതുക് കടിച്ചു എന്നുള്ളതൊക്കെ നമ്മളെ തെറ്റായിട്ട് ധരിപ്പിച്ചിരിക്കുകയാണ്. അത് ഡോക്ടറുടെ വെറ്ററിനറി പ്രാക്ടീസിലേക്ക് ആപ്ലിക്കബിൾ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും വാട്ട് എക്സാക്ട്ലി ഈസ് ദി ടിഷ്യൂ അഫക്റ്റഡ്. നമ്മൾ അങ്ങനെയാണ് പറയുക, എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഡിസീസ്. അല്ലാതെ പ്രോട്ടോസോവൽ ഡിസീസ് അല്ലെ ഡെങ്കു ഫീവർ നമ്മൾ പറയുന്നു. നമ്മൾ ഡെങ്കു ഫീവറിനെ ടിഷ്യൂ അഫക്റ്റഡ് RBCs ആണ്. ആ അപ്പൊ അത് RBC ഇവിടെ സെൽഫ് ഡിവാലുവേഷൻ വരുന്നില്ല. സെൽഫ് ഡിവാലുവേഷൻ തന്നെയാണ്, ബ്ലഡ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ. പക്ഷെ ബ്ലഡ് വെസൽസിൽ ഇൻവോൾവ് ആകുമ്പോഴാണ് നമ്മൾ അതിന്റെ സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് കൂടുതലായിട്ട് പറയുന്നത്. RBC ആണ് അഫക്റ്റഡ് ആവുന്നത്, അത് റപ്ചർ ആകുന്നു, അങ്ങനെ ഹെമച്യൂറിയ വരുന്നു. അപ്പൊ ഈ റപ്ചർ ഡിവാലുവേഷൻ ആണ് എപ്പോഴും ഇതുണ്ടാകുന്നത് ബോൺ മാരോയിൽ നിന്നാണ്. ബോൺ മാരോ ഈസ് ഓൾ അബൌട്ട് സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ്. അതിന്റെ ഇമ്മച്യൂർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇമ്മച്യൂർ സെൽസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക കൊണ്ടുപോകും, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ഇല്ലാത്ത ബോൺസ് നമ്മൾ പറയില്ലേ ബ്ലാസ്, അത് റിത്രോബ്ലാസ് ആവാം, ത്രോംബോബ്ലാസ്റ്റ് ആവാം, ലുക്കോബ്ലാസ്റ്റ് ആവാം. ഏത് ബ്ലാസ്റ്റ് സെൽസും ഇമ്മച്യൂർ സെൽസ് ആണ്. ദേ ആർ പാർട്ട്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് പാർട്ട്ലി റിലീസ്ഡ് ടു ദി സർക്കുലേഷൻ. അവരൊന്നും ഒറിജിനൽ ആയിട്ടുള്ളതല്ല. അപ്പൊ അതെല്ലാം നമുക്ക് സെൽഫ് ഡിവാലുവേഷനിൽ ഉൾപ്പെടുത്താമെന്നാണ് എൻ്റെ വിശ്വാസം, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ആ ടിക്സ് വന്നത്? അവർക്ക് ആ ടിക്ക് ബൈറ്റ്, അല്ലെങ്കിൽ അവർ ആ അനിമൽസിനെല്ലാം ഈ ടിക്സ് കൂടെ എങ്ങനെ വന്നു പെട്ടു? അതെങ്ങനെ അവരുടെ ബോഡിയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം? ഡോക്ടറെ, നമ്മൾ ഒരു രോഗിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് എക്സാമിനേഷൻ നടത്തുന്നു. ഇമ്മീഡിയറ്റ്ലി അയാളുടെ ബ്ലഡ് കൗണ്ടിൽ ത്രോംബോസൈറ്റ്സ് കുറവാണെന്ന് പറയുന്നു. അപ്പോൾ ഇവരെ എല്ലാം കൊതുക് കടിച്ചിട്ടാണെന്നാണ് നമ്മളോട് പറയുന്നത്. അത് നമ്മൾ വിശ്വസിക്കാനായിട്ടാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് ടിക്സ് വരുന്നു അത് ഡോക്ടർക്ക് അറിയാൻ കൂടുതലായിട്ട്. ഡോക്ടർ പഠിച്ചിടത്തോളം ആ മേഖല ഞാൻ പഠിച്ചിട്ട് പോലും ഇല്ല. കാരണം ഈ പറയുന്ന ബയോളജിക്കൽ ലൈഫ് എൻറ്റിറ്റിയിൽ എങ്ങനെയാണ് ഔട്ട്സൈഡിൽ നിന്നും ഈ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന ടിക്സ് ആയാലും ഏത് ഓർഗാനിസം ആണെങ്കിലും ഇൻവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വെൻ ദി റെസിസ്റ്റൻസ് എന്നോ ആ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താ അത് ഒരു ഇക്കോസിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴാണ് ദേ ആർ ലൈക്ലി ടു ഇൻവൈഡ് ഇൻ ടു. ഇതൊക്കെ ഡോക്ടറുടെ ടോപ്പിക്കാണ്, എനിക്കറിയാം. അല്ല, അപ്പം അവിടെ ഇതിനകത്ത് അപ്പൊ സെൽഫ് ഡിവാലുവേഷൻ ആണ്. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ സെൽഫ് ഡിവാലുവേഷൻ, ദേ ആർ നോട്ട് അലൗഡ് ടു മൂവ് എന്നുള്ളതാണ്. ദേ ആർ കെപ്റ്റ് ഇൻ ദ സെയിം പ്ലേസ്. അതാണ് വന്നിരിക്കുന്നത്. അതൊരു വലിയ ഡിവാലുവേഷൻ അല്ലേ? ഡോക്ടർക്ക് അറിയാമല്ലോ, നമ്മുടെ ബയോളജിക്കലി രണ്ട് കാലുള്ള നമുക്ക് എക്സസൈസ് ചെയ്യണമെന്നും എല്ലാം പറയുന്നത്. ഈ 4 കാലുള്ളവർക്ക് എന്തായാലും നമ്മുടെ എത്രയോ ടൈംസ് അവർ മൂവ് ചെയ്യണം. കറക്റ്റ്, എത്രയോ കൂടുതൽ നടക്കണം. ഇവരെ നടക്കാൻ വേണ്ടിയിട്ടും ഗ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടും നാടോടിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഭൂമിയിൽ മൃഗങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവരെല്ലാം പിടിച്ചിട്ട് നമ്മളുടെ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ആലയിലും തൊഴുത്തിലും കെട്ടുമ്പോഴത്തേക്കും വി ആർ ഡൂയിങ് അൺനാച്ചുറൽ തിങ്സ്. ഇതെല്ലാം തന്നെയാണല്ലോ. അവര് ഗ്രേസ് ചെയ്യേണ്ട സ്ഥലം തീ ഇടുകയും കൂടെ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബയോളജി അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെയുള്ളിടത്താണ് കൂടുതലും ഈ ടിക്സിന്റെ വിഷയം വരും.
ധാരാളം പഠിക്കാനുണ്ട് ഡോക്ടറെ. എനിക്കൊന്നും എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചതിൻ്റെ അകത്ത് വലിയ വലിയ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ അറിയണം. അല്ലാതെ മുഴുവൻ അറിഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ പ്രത്യേകിച്ചും നിങ്ങളുടെ ഒരു മാനുവലിന്റെ ഡിസ്കഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ ബ്ലഡ് പ്രോട്ടോസോവൻ ഡിസീസ് എല്ലാം ഒറ്റ ഹെഡിങ്ങിലായിട്ടത്. അതായത് റീസൺ ഇസ് ഓൺലി വൺ, ദാറ്റ് ഇസ് പല പേരിലുണ്ടെങ്കിലും ഇറ്റ് ഇസ് ഓൺലി വൺ, ഇറ്റ് ഇസ് സെൽഫ് ഡിവാല്യൂഷൻ. പക്ഷെ എല്ലാ ഡോക്ടേഴ്സും എതിർത്തുക്കത്തിൽ അതിനകത്ത് അനാപ്ലാസ്മോസിസ് ആ ടിക്ക് കൊണ്ട് വരുന്നതാണ്, ബെബിസിയോസിസ് ഈ ടിക്ക് കൊണ്ട്, അങ്ങനെ പിന്നെ അതിനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് അവരെടുത്ത് അതിനെ അവർ പിന്നെ അതെടുത്ത്. നമ്മൾ കുറച്ചു കാലം കൂടി ഇതൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും ഡോക്ടറെ. ധാരാളം മനുഷ്യർ സത്യം അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡോക്ടർ തന്നെ എനിക്ക് ഷെയർ ചെയ്തത്, എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ എല്ലാവർക്കും അറിയാം ഡോക്ടർ ശ്രീകുമാറിനെ എന്നാണെന്ന് എൻ്റെ വിശ്വാസം. അദ്ദേഹം ഒരു ഹോളിസ്റ്റിക് ഹീലറാണ്. അദ്ദേഹം വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത വലിയ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അദ്ദേഹം ഹോമിയോപ്പതിയുടെ ആരാധകനാണ്, GNMന്റെ ആരാധകനാണ്, ടീച്ചറാണ്, നമ്മുടെ ടീച്ചിങ് ഫാക്കൽറ്റിയിലുള്ള ആളാണ്, പാലക്കാടുകാരനാണ്. അപ്പോൾ അദ്ദേഹം ധാരാളം റിസർച്ച് ചെയ്യുന്ന ആളാണ്. ഒത്തിരി അനിമൽ വെറ്ററിനറി ഫീൽഡിൽ ധാരാളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പം അദ്ദേഹമായിട്ട് ഞാൻ ധാരാളം ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ മൈക്രോ ഓർഗാനിസംസ് ആണ് കോസ് ഓഫ് ഡിസീസ് എന്ന് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അൺടിൽ ആൻഡ് അൺലെസ് മനസ്സെന്ന് പറയുന്നത് എന്താ പറയണ്ടേ, ഒരു ആശുപത്രിയിലോ ഒരു ട്രീറ്റ്മെന്റ് സെന്ററിലോ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം ഉണ്ടാകുന്നത് വരെ ഇവർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന ഉപകരണം ഈ മനുഷ്യന്റെ ജന്മം അവസാനിക്കുന്നത് വരെ ഉണ്ടാകത്തുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണത്തിന്റെ അകത്തേക്ക് നിങ്ങളെ കയറ്റി ഇറക്കിയാൽ, ഒരു CT സ്കാൻ പോലെ, MRI ഉപകരണം പോലെ, അല്ലെങ്കിൽ സോണോളജി ചെയ്യുന്ന പോലെ, പെറ്റ് സ്കാൻ, ധാരാളം സ്കാനിങ് മെഷീൻസിലൂടെ നിങ്ങളുടെ മനസ്സിനെ കയറ്റി, ഒന്നുമില്ല. നമ്മുടെ അടുത്ത് വരുന്ന ഓരോ രോഗിയുടെയും മനസ്സ് അയാളുടെ ഹസ്ബൻഡിന് പോലും അറിയില്ല, വൈഫിന് പോലും അറിയത്തില്ല. ഇതാണ് സത്യം. കൂടെ കിടക്കുന്ന ഭാര്യയുടെ മനസ്സറിയുന്ന എത്ര പേരുണ്ട്? അച്ഛന്റെ മനസ്സറിയുന്ന മക്കൾ എത്രയുണ്ട്? മക്കളുടെ മനസ്സറിയുന്ന അച്ഛന്മാർ എത്രയുണ്ട്? അപ്പൊ ഏറ്റവും ഒരു മുറിക്കകത്ത് തന്നെ നമ്മുടെ ബെഡിന്റെ ഏറ്റവും അപ്പുറത്തും കിടക്കുന്ന ഭാര്യയുടെ മനസ്സറിയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? അല്ലെ, മനസ്സിന്റെ ഒരു നല്ല ശതമാനം എനിക്ക് അറിയാമെന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും. എത്ര കപ്പിളുണ്ട്? അപ്പോ ഈ ഉപകരണം ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ മനസ്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ കോൺഫ്ലിക്ട്സ് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നിങ്ങളുടെ രോഗത്തിന്റെ കാരണമെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. അല്ല സാറേ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞതില് ഈ ചെള്ള് അതുപോലുള്ള സാധനങ്ങൾ ഒരു തള്ള പട്ടിയുടെ അടുത്തുനിന്ന് കുഞ്ഞു പട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. കുഞ്ഞു പട്ടിക്ക് എവിടെ സെൽഫ് ഇവാലുവേഷൻ ഉള്ളത്? ഞാൻ അപ്പോ അതിന് ഇതുമായിട്ട് കൂട്ടിയിണക്കാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞ തള്ളയുടെ ശരീരത്തിൽ നിന്നും ചെള്ള് കൊച്ചിന്റെ ശരീരത്തിലേക്ക് പോകുന്നു. പോകുന്നു. അപ്പൊ തള്ളക്ക് രോഗിയായ കാര്യം പറഞ്ഞില്ല. ഉണ്ടാവാം. അല്ല, രോഗിയായ കാര്യം പറഞ്ഞില്ല. രോഗിയായോ? അത് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാക്കിയോ? അത് സിംറ്റംസ് ഉണ്ടാക്കിയിട്ടില്ല, എനിക്കറിയാം. ഇല്ല. നമ്മുടെ ബോഡിയുടെ എക്സ്റ്റേണൽ ആണല്ലോ. ഫോർ എക്സാമ്പിൾ, പണ്ട് കാലത്ത് നമ്മുടെ സ്ത്രീജനങ്ങളുടെ എങ്കിലും തലയില്, ശരീരത്തില് എന്താ പറയാ, പെയിൻ ഇല്ലാത്ത ഒരു കുടുംബം പോലും ഉണ്ടായിരുന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അന്ന് അത്രമാത്രം ഹെയർ അല്ലെങ്കിൽ അന്ന് ഷാമ്പൂ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഡെയിലി വാഷ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും ഇല്ലാത്തപ്പോൾ അവിടെ അഴുക്കുണ്ടായിരുന്നു. ആ അഴുക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് പെയിൻ ഉണ്ടായിരുന്നതെന്ന് ഇന്ന് എനിക്കറിയാം. യാതൊരു സംശയമില്ല. അതിനെ നശിപ്പിച്ചു. അതുകൊണ്ട് അവിടെ തലമുടിയിൽ ആരുടെയും പെയിൻ ഇല്ല എന്ന്. അങ്ങനെ ധാരാളം ഓർഗാനിസംസ് തന്നെ ഇവിടെ ഇല്ലാതെയായിട്ട്. അതുകൊണ്ട് പെയിനാണ് താരൻ ഉണ്ടാക്കിയത് എന്ന് പറയുന്നതല്ല ശരി. ആ താരൻ എന്ന് പറയുന്ന ആ ഡെബ്രി, അതിനെ ഡിവോർ ചെയ്ത്, അല്ലെങ്കിൽ അതിനെ തിന്ന് നശിപ്പിച്ച് കളയാൻ വേണ്ടി പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന ഓർഗാനിസംസ് ആണ്. ഫംഗസ് ആയാലും എല്ലാ മൈക്രോ ഓർഗാനിസംസും. അപ്പൊ ഓക്കെ, അതായത് പട്ടി കുഞ്ഞിന് അസുഖം ഇല്ലാത്തത് കൊണ്ട് അതിന്റെ കൂടെ വളരുന്നത് മാത്രം കണക്കാക്കിയാൽ മതി. അല്ല, പട്ടിക്കുട്ടി അമ്മയുടെ പാല് കുടിച്ചല്ലേ വരുന്നത്. അപ്പൊ അമ്മയ്ക്ക് സെൽഫ് ഡിവാലുവേഷൻ ഉണ്ടല്ലോ. അതെ, ഈ പട്ടിക്കുഞ്ഞിന് സെൽഫ് ഡിവാലുവേഷൻ എന്താണെന്ന് ചിന്തിക്കാൻ പോലും പ്രായം ആവണില്ല. അപ്പൊ അത് രോഗം ഉണ്ടാക്കണില്ല. അപ്പൊ സാറിന് ക്വസ്റ്റ്യൻ ശരിയാണ്, പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവരുടെ ബോഡിയിൽ അത് കാണുന്ന മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല സാറേ, ആ പാലല്ലേ ആ കുട്ടി കുടിക്കുന്നത്. അപ്പൊ ദാറ്റ് എൻവയൺമെന്റ് ഈസ് കോസിംഗ് സെൽഫ് ഡിവാലുവേഷൻ. മനസ്സിൽ സെൽഫ് ഡിവാലുവേഷൻ ഒക്കെ മനസ്സിലുള്ള സാധനമല്ലേ സാറേ?
അതെ. ഡോക്ടർ പിന്നെ സംസാരിക്കുമ്പോൾ എടുക്കണത് സലീം കുമാർ സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മനസ്സ് എന്ന് പറയുന്നതിന് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും. ഡോക്ടർ പറയുന്നത് എനിക്ക് ചിന്തിക്കാനുള്ള പ്രായമായില്ല, അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു രോഗം വരത്തില്ല. എല്ലാ കുഞ്ഞുങ്ങളുടെയും ജന്മവൈകല്യങ്ങൾ, ബുദ്ധിമാന്ദ്യങ്ങൾ, ഓട്ടിസം അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ, ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ്, ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സ് എല്ലാം പറയുന്നത് കുഞ്ഞിന് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത സമയത്താണ്. അല്ലാതെ കോൺഷ്യസ് മൈൻഡ് കൊണ്ടല്ല. ഇത് സൈക്കിക് ട്രാൻസ്ഫറൻസ് ആണ്, കോൺഫ്ലിക്ട്സ് ആണ് ഷെയർ ചെയ്യപ്പെടുന്നത്. ഇത് GNM നന്നായിട്ട് പഠിക്കുമ്പോൾ ഡോക്ടർക്ക് അത് ക്ലിയർ ആവും, അവന് കൺഫ്യൂഷനേ ഇല്ല. അല്ലാതെ നമ്മൾ ചിന്തിച്ചിട്ടല്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അല്ലാതെ കോൺഷ്യസ് മൈൻഡിൽ ചിന്തിച്ചിട്ടല്ല ഒരാൾക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. അങ്ങനെയല്ല രോഗം വരുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഡോക്ടർ ശശിയെ ഏൽപ്പിക്കുവാണ് വൈൻഡപ്പ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഡോക്ടർ അനിൽകുമാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇനി ആർക്കെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡോക്ടർ ശശി പോയോ? ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം, ഇല്ല ഞാൻ തന്നെ ഇല്ല, നിർത്തിക്കളയാം. നമുക്ക് നിർത്തിയാക്കാം ഡോക്ടറെ. അപ്പം ഓക്കെ. ഇന്നത്തെ വളരെ നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർ വർഗീസിന് നമുക്ക് ഒരു നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കൂടുതൽ എടുത്തിക്കൽ ലിംഫാറ്റിക് ടിഷ്യൂസിനെ പറ്റിയായിരുന്നു ഞാൻ അന്ന് കൂടുതൽ ഒരു ക്യാൻസർ കേസ് പറഞ്ഞിരുന്നത്. എല്ലാവരും അത് കേട്ടവരൊക്കെ ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. എന്താണെങ്കിലും ഇന്ന് ലിംഫാറ്റിക് ടിഷ്യൂസിനെ പറ്റി കൂടുതലായിട്ട് ഡോക്ടർ വർഗീസ് സംസാരിച്ചു. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഇനി ഹാമറുടെ ബുക്കും ഒക്കെ വായിച്ചു നോക്കുക. അതിനകത്ത് നിന്ന് മൃഗങ്ങളെ പറ്റി ഡോക്ടർ ഹാമറിന്റെ ഒറിജിനൽ ബുക്കിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മൃഗങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. അതൊന്ന് നേരിട്ടൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. ഗുഡ് നൈറ്റ് ടു ഓൾ. താങ്ക് യു ഓക്കെ. ഡോക്ടർ ശശിധരൻ. ഡോക്ടർ ഹസ്ബൻഡും ഡോക്ടറാണോ? അല്ലേ?